ക്രിസ്തുവിൽ ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനും വിമോചകനുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ സ്നേഹനിർഭരമായ ക്രൈസ്തവ അഭിവാദനങ്ങൾ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന ദൈവവചനവുമായി നിങ്ങളുടെ അടുക്കൽ ഒരിക്കൽ കൂടി എത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പുതിയ നിയമത്തിലെ ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദൈവികമായ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. പുതിയ ദൈവശാസ്ത്രത്തിലെ അതീവമായ ഗൗരവം അർഹിക്കുന്നതും വളരെ കാലിക പ്രസക്തവുമായ ഒരു വിഷയത്തിലേക്കാണ് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തെ ആധാരമാക്കി എക്ലീഷ്യ എന്ന വിഷയത്തെ അധീകരിച്ചുകൊണ്ടാണ് നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. മത്തായി സുവിശേഷത്തിൻ്റെ പൊതുവായ പ്രതിപാദ്യ വിഷയം യേശുക്രിസ്തുവിൻ്റെ കിങ്ഷിപ്പിനെ, രാജത്വത്തെ തെളിയിക്കുക എന്നുള്ളതാണ്. മറ്റ് 3 സുവിശേഷകരും യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണമായ മനുഷ്യത്വം, ദാസത്വം, ദൈവത്വം എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രാജത്വമെന്നുള്ള വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് മത്തായി നമ്മോട് സംസാരിക്കുന്നത്. മത്തായി സുവിശേഷം 1-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങളിൽ ആരാണ് ഈ രാജാവ് എന്നതിനെക്കുറിച്ച്, രാജാവിൻ്റെ വെളിപ്പെടുത്തൽ, രാജാവിനെ വെളിപ്പെടുത്തുകയാണ് 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ. ആ രാജാവിൻ്റെ ഐഡൻറ്റിറ്റി അത് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ രാജാവിൻ്റെ ജനനം ഉൾപ്പെടെയുള്ള വംശാവലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് രാജാവിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നുണ്ട്. പ്രശസ്തമായ 5, 6, 7 അധ്യായങ്ങളിൽ ഈ രാജാവിൻ്റെ ഫിലോസഫി എന്താണ്, പ്രത്യേകിച്ച് കിങ്ഡം ഓഫ് ഗോഡിൻ്റെ മാനിഫെസ്റ്റോ അവതരിപ്പിച്ചുകൊണ്ട്, ദൈവരാജ്യത്തിൻ്റെ ഭരണഘടന അവതരിപ്പിച്ചുകൊണ്ട് രാജാവിൻ്റെ ഫിലോസഫി 5, 6, 7 അധ്യായത്തിൻ്റെ പ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിലൂടെ അവതരിപ്പിക്കുക. അതുപോലെ 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ ഈ രാജാവിൻ്റെ പവർ ആൻഡ് അതോറിറ്റി, അധികാരത്തെക്കുറിച്ച്,
വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ രാജാവിനോടുള്ള മത്സരം, അതിൻ്റെ ഭാഗമായി റിജക്ഷൻ, മുന്നോടിയായി വന്ന യോഹന്നാനെ തിരസ്കരിക്കുന്നത്, അതിൻ്റെ ഭാഗമായി അനുബന്ധമായി യോഹന്നാൻ സ്നാപകൻ്റെ ശിരസ് ഛേദിക്കുന്നത്, അതുപോലെ തന്നെ ഈ രാജാവിൻ്റെ പ്രവൃത്തിയെ തിരസ്കരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ചിന്തകളെയും തത്വങ്ങളെയും തിരസ്കരിക്കുന്നത്, ഈ രാജാവിൻ്റെ വ്യക്തിത്വത്തെ തന്നെ നിരാകരിക്കുന്നത്, അങ്ങനെയുള്ള തിരസ്കരണത്തിൻ്റെ, റിജക്ഷൻ്റെ കാര്യങ്ങളാണ് 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ പ്രധാനമായി രേഖപ്പെടുത്തിയിരിക്കുക. മാത്രമല്ല മത്തായി സുവിശേഷം 14 മുതലുള്ള ഭാഗങ്ങളിൽ ശിഷ്യന്മാരോടൊപ്പമുള്ള ക്രിസ്തുവിൻ്റെ ജീവിതം നന്നായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് നാം ഇന്ന് ചിന്തിക്കുന്ന 16-ാം അധ്യായം, പത്രോസിൻ്റെ പ്രശസ്തമായ വിശ്വാസ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത്, 16-ാം അധ്യായം 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം അത് വിശദീകരിച്ചിരിക്കുകയാണ്. 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ട്രയൂംഫൽ എൻട്രി ഇൻറ്റു ജെറുസലേം, ഈ രാജാവിൻ്റെ യെരുശലേം ദേവാലയത്തിലേക്കുള്ള രംഗപ്രവേശനവും, ദ ക്ലീനിങ് ഓഫ് ദി ടെമ്പിൾ, ദൈവാലയ ശുദ്ധീകരണവും രേഖപ്പെടുത്തുകയാണ്. 24-25 അധ്യായങ്ങളിൽ പ്രശസ്തമായ പ്രവചന ദൂതുകൾ ഉലുമല പ്രഭാഷണങ്ങളിലൂടെ നൽകുന്നു. 26 മുതൽ 27 വരെയുള്ള അധ്യായങ്ങൾ, 26-27 അധ്യായങ്ങൾ ഈ രാജാവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പറയുകയാണ്. 28-ാം അധ്യായം പുനരുദ്ധാനവും അന്ത്യനിയോഗവുമാണ്. ഇങ്ങനെ മത്തായി സുവിശേഷത്തിൽ രാജാവിൻ്റെ വെളിപ്പെടുത്തൽ, രാജാവിൻ്റെ ഐഡൻറ്റിറ്റി, ഫിലോസഫി, അധികാരം, തിരസ്കരണം, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ, ശിഷ്യന്മാരോടൊപ്പമുള്ള തൻ്റെ ഊഷ്മളമായ വേറിട്ട ജീവിതം, പത്രോസിൻ്റെ പ്രസക്തമായ വിശ്വാസപ്രഖ്യാപനം, രാജാവിൻ്റെ ദേവാലയത്തിലേക്കുള്ള വിജയാഘോഷം, കഴുതക്കുട്ടിയുടെ പുറത്തുള്ള രംഗപ്രവേശനം, ആലയ വിശുദ്ധീകരണം, അത്തിയെ ശപിക്കുന്നത്, 24-25 അധ്യായങ്ങളിലെ പ്രസിദ്ധമായ അന്ത്യകാല സംഭവങ്ങളെ വിശദീകരിച്ചുകൊണ്ടുള്ള ഉലുമല പ്രഭാഷണം, പിന്നീട് കഷ്ടാനുഭവങ്ങളും മരണവും പുനരുദ്ധാനവും അന്ത്യനിയോഗവും ഗ്രേറ്റ് കമ്മീഷനും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് പുസ്തകം അവസാനിക്കുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കിങ്ഷിപ്പ്, രാജത്വം മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന പുസ്തകമാണ് ഈ മത്തായി സുവിശേഷം. മത്തായി സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ അതിൻ്റെ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് പ്രധാനമായി നമ്മുടെ ധ്യാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. യേശു ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നത് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ യെരമ്യാവെന്നും, പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു.
യേശു അവനോട്, ബറിയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങളെ ഇനി ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും സ്വർഗത്തിൽ അഴിയപ്പെടും. പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് അവരോട് പറയാതിരിക്കുവാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഇതിൽ പ്രധാനമായി 18-ാം വാക്യമാണ് നമ്മുടെ ചിന്തയുടെ ആധാരം. നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നേ പറഞ്ഞു. മത്തായി സുവിശേഷം 16-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. ഈ അധ്യായത്തിൽ പ്രധാനമായി ഈ അധ്യായത്തിലെ ഓരോ സംഭവങ്ങളും ഫെയ്ത്ത്, വിശ്വാസമെന്ന ആശയവുമായി ബന്ധപ്പെട്ടതാണ്. ഫെയ്ത്തുമായി ബന്ധപ്പെട്ട പ്രധാനമായ 4 ചിന്താപീഠങ്ങൾ ഇതിനകത്തുണ്ട്. പ്രശസ്തമായ വിശ്വാസ പ്രഖ്യാപനവും ഇതിനകത്ത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ 4 നിലവാരങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഫെയ്ത്ത് എന്ന ആശയമായി, വിശ്വാസം എന്ന ആശയമായി ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളെ ബന്ധപ്പെടുത്തിയിരിക്കുക. അതിൽ 16-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അവിശ്വാസം, വിശ്വാസത്തിൻ്റെ അഭാവം നിമിത്തം യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുന്നതായി 16-ൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. 16-ൻ്റെ 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അല്പവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിനെ തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. അതിൻ്റെ 13 മുതൽ 20 വരെയുള്ള നമ്മുടെ കുറിവാക്യത്തിൽ സേവിങ് ഫെയ്ത്ത്, രക്ഷിക്കുന്ന വിശ്വാസം, അത് യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതായി നാം മനസ്സിലാക്കുന്നു. 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഒബേ ചെയ്യുന്ന വിശ്വാസം, അനുഗമിക്കുന്ന വിശ്വാസം, അല്ലെങ്കിൽ സെർവിങ് ഫെയ്ത്ത്, സേവിക്കുന്ന വിശ്വാസം ക്രിസ്തുവിനെ അനുഗമിക്കുന്നു. അവിശ്വാസം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അഭാവം, അല്പവിശ്വാസം, സേവിങ് ഫെയ്ത്ത്, രക്ഷിക്കുന്ന വിശ്വാസം, സെർവിങ് ഫെയ്ത്ത്, സേവിക്കുന്ന വിശ്വാസം എന്ന് നമ്മൾ കാണുന്നു. 1, ക്രിസ്തുവിനെ പരീക്ഷിക്കുന്നു. 2, ക്രിസ്തുവിനെ തെറ്റിദ്ധരിക്കുന്നു. 3, ക്രിസ്തുവിനെ ഏറ്റുപറയുന്നു. 4, ക്രിസ്തുവിനെ അനുഗമിക്കുന്നു. ഈ പ്രധാനപ്പെട്ട 4 ചിന്തകളാണ് പറയുന്നത്. ആ 4 ഭാഗങ്ങളും വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അത് മറ്റൊരു പ്രബന്ധമാണ്. ഇവിടെ 16-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുകയാണ്. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ വിശ്വാസത്തിൻ്റെ അഭാവമാണ്. അതുകൊണ്ടാണ് അവർ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുന്നത് ആയി നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, പാരമ്പര്യവാദികളായ പരീശന്മാരും ലിബറൽ സ്വതന്ത്ര ചിന്താഗതിക്കാരായ സദൂക്യരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നതിന് അല്ലെങ്കിൽ അയാളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് ഉപയുക്തമായ ഒരു ആശ്ചര്യ സ്വഭാവം അല്ലെങ്കിൽ ഒരു അടയാളം അവർക്ക് ആവശ്യമാണ്. ഇത് 4-ാം തവണയാണ് മത നേതാക്കന്മാർ അടയാളം ചോദിക്കുന്നത്. ഇതിനു മുമ്പ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, മത്തായിലും യോഹന്നാനിലും ഒക്കെ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിശ്വസിക്കുന്നതിന് അവർക്ക് അടയാളം ആവശ്യമാണ്. നമുക്കറിയാം, അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത്, യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. യഹൂദന് വിശ്വസിക്കണമെങ്കിൽ സൂപ്പർ നാച്ചുറൽ എവിഡൻസ് ആവശ്യമാണ്, അമാനുഷികമായ തെളിവ് ആവശ്യമാണ്. എന്നാൽ ഗ്രീക്കുകാർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് വിശ്വസിക്കണമെങ്കിൽ ഫിലോസഫിക്കൽ എവിഡൻസ്,
താത്വികമായ തെളിവ്, യുക്തിപരമായ തെളിവ് മാത്രം മതി. അടയാളങ്ങൾ കണ്ടാൽ മാത്രം വിശ്വസിക്കുന്നൊരു കൂട്ടം ആളുകൾ. ഇതിന് ശേഷവും ഒരു ലൂക്കോസ് 11 അടയാളം ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അമാനുഷികമായ തെളിവ് ആവശ്യമാണ്. അവരുടെ കണ്ണിന് തൃപ്തിപ്പെടണം. എന്നാൽ ഗ്രീക്കുകാർക്ക് കണ്ണിന് തൃപ്തിപ്പെടേണ്ട, അവരുടെ യുക്തിക്ക്, അവരുടെ ബുദ്ധിക്ക് തൃപ്തിപ്പെട്ടാൽ മാത്രം മതി. അവർ വന്ന് ചോദിക്കുകയാണ്, നീ ഒരു അടയാളം ചെയ്യണം, ആകാശത്തൊരു അടയാളം കാണിച്ചു തരണമേ എന്ന് പറയുന്നു. പലയിടങ്ങളിൽ അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്യുന്നു, നീ ഒരു അടയാളം ചെയ്യണം, എപ്പോഴും അവർ ചോദിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ അഭാവമാണ് അടയാളം ചോദിക്കുന്നത്. അവിശ്വാസ നിമിത്തം അവർ ക്രിസ്തുവിനെ പരീക്ഷിക്കുകയാണ്. എന്നാൽ ദൈവം വ്യക്തമായി പറയുന്നുണ്ട്, കാലലക്ഷണങ്ങളെ വിവേചിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ? യോനയുടെ അടയാളമല്ലാതെ അതിനടയാളം ലഭിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്താ യോനയുടെ അടയാളം? യോന കടലാനയുടെ വയറ്റിൽ 3 രാവും പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഇരിക്കേണ്ടതാകുന്നു. ദൈവം നേരിട്ട് ചരിത്രത്തിൽ നൽകിയൊരു തെളിവതാണ്. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും പകലും ഇരുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ മരണം, അടക്കം, പുനരുദ്ധാനം, ഇതാണ് ദൈവം നേരിട്ട് ചരിത്രത്തിൽ നൽകിയ തെളിവ്. ദൈവം നേരിട്ട് നൽകിയ ഈ തെളിവ് ഗ്രഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല. സ്വന്തം ഹൃദയത്തിൻ്റെ നികൃഷ്ടാവസ്ഥ നിമിത്തം, സ്വയം സൃഷ്ടിച്ച കപട ദൈവങ്ങൾ നിമിത്തം, ചരിത്രത്തിൽ ദൈവം ചെയ്ത ഏറ്റവും വലിയൊരു തെളിവാണ് യേശുക്രിസ്തുവിൻ്റെ മരണമടക്കം, പുനരുദ്ധാനം. ഇത് കണ്ടിട്ട് വിശ്വസിക്കാത്തവർ ഏതടയാളം കണ്ടിട്ടാണ് ഇനി വിശ്വസിക്കുന്നത്? ചരിത്രം കണ്ട ഏറ്റവും വലിയ അത്ഭുതമാണ് ക്രിസ്തുവിൻ്റെ ഭൂതലപ്രവേശനം, കന്യകാജനനം. ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്, വചനത്തിൻ്റെ ശരീരധാരണം, കുരിശിലെ മരണം, അടക്കം, 3-ാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, ഇതൊക്കെയാണ് ഏറ്റവും വലിയ അത്ഭുതം, അടയാളം. ദൈവം നേരിട്ട് നൽകിയ തെളിവ് ഗ്രഹിക്കാൻ കഴിയാതെ, ചരിത്രത്തിൽ നൽകിയ ഏറ്റവും വലിയ അത്ഭുതത്തെ മനസ്സിലാക്കാൻ കഴിയാതെ വീണ്ടും അടയാളങ്ങൾ അന്വേഷിച്ചു പോകുന്നത് വിശ്വാസത്തിൻ്റെ അഭാവമാണ്, അവിശ്വാസമാണ്. അവർ ക്രിസ്തുവിനെ പരീക്ഷിക്കുകയാണ്. യോനയ്ക്ക് ദൈവം നൽകിയ അടയാളം അതാണ് ഇസ്രായേലിനുള്ള അടയാളം. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് അപ്പോസ്തലർ 2:22 പ്രസംഗിച്ചു വന്നത് തന്നെയാണ്, യേശു ക്രിസ്തുവിൻ്റെ മരണമടക്ക പുനരുദ്ധാനം മാത്രം മതി ഒരാൾക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ. അതാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ അഭാവം നിമിത്തം ക്രിസ്തുവിനെ പരീക്ഷിക്കുന്നവർ. 2 അല്പവിശ്വാസികളെ അവർ വിളിക്കുന്നുണ്ട്. 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിനെ തെറ്റിദ്ധരിക്കുകയാണ്. ശിഷ്യന്മാരുടെ കയ്യിൽ ഒരേ ഒരു അപ്പം, 4000 പേരെ പോഷിപ്പിച്ചതിൻ്റെ ബാക്കി ഭക്ഷണം കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ യേശു അവിടെ പറയുന്നു, നിങ്ങൾ പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിമാവ് സൂക്ഷിപ്പീൻ എന്ന് പറയുന്നുണ്ട് 11-12 വാക്യങ്ങളിൽ. അവർക്ക് മനസ്സിലായില്ല, അവർ തെറ്റിദ്ധരിക്കുകയാണ്. ആദ്യത്തെ പാരഗ്രാഫിൽ അവർ പരീക്ഷിക്കുകയാണ്. 2ാമത്തെ പാരഗ്രാഫിൽ ഇത് ശിഷ്യന്മാർ തെറ്റിദ്ധരിക്കുകയാണ്. പരീശരുടെയും സദൂക്യരുടെയും പുളിമാവ് സൂക്ഷിപ്പീൻ എന്ന് പറഞ്ഞപ്പോൾ അവർ അപ്പത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് ചിന്തിക്കുക, തെറ്റിദ്ധരിക്കുക. ആത്മികമായ അർത്ഥം ഗ്രഹിക്കാതെ അക്ഷരികമായി കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നു. അങ്ങനെയുണ്ട്. ജനനത്തെക്കുറിച്ച്, പൊതുജനനത്തെക്കുറിച്ച് നിക്കോദീമോസോട് പറഞ്ഞപ്പോൾ നിക്കോദീമോസ് എന്താ പറഞ്ഞത്? ശാരീരികമായ ജനനത്തെക്കുറിച്ചാണ്, അമ്മയുടെ ഉദരത്തിൽ പിന്നെയും കടന്നു ജനിക്കുന്നതിനെക്കുറിച്ചാണ്. തെറ്റിദ്ധരിക്കുന്നു. വെള്ളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശമരിയ സ്ത്രീ കിണറ്റിലെ കുടിവെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. പറയുന്ന കാര്യം ഗ്രഹിക്കാതെ അക്ഷരികമായി ഗ്രഹിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്പവിശ്വാസികൾ എന്ന് പലയിടങ്ങളിൽ യേശു അവരെ വിളിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് മാത്രമല്ല. യേശു ഉദ്ദേശിച്ചത് ഇന്നലത്തെ ബാക്കി വന്നപ്പത്തെക്കുറിച്ചല്ല. യേശു ഉദ്ദേശിച്ചത് പരീശന്മാരുടെയും സദൂക്കളുടെയും പുളിമാവെന്ന് ഉദ്ദേശിച്ചത് അവിടെ വ്യാജ ഉപദേശത്തെക്കുറിച്ചാണ്, അബദ്ധോപദേശങ്ങളെക്കുറിച്ചാണ്. വിവിധ പുളിമാവുകളെക്കുറിച്ച് പറയുന്നത് ഞാൻ വിസ്താര ഭയത്താൽ അങ്ങ് കിടക്കുന്നില്ല. പരീശന്മാരുടെ പുളിമാവെന്ന് പറയുന്നത് കപടഭക്തിയാണ്, ഹിപ്പോക്രസിയാണ്. സദൂക്കന്മാരുടെ പുളിമാവെന്ന് പറയുന്നത് മെറ്റീരിയലിസമാണ്, ഭൗതികവാദമാണ്. അതുപോലെ തന്നെ ഹേരോദാവിൻ്റെ പുളിമാവിനെക്കുറിച്ച് പറയുന്നുണ്ട്, അത് അവൻ്റെ ജീവിതത്തിലെ അധാർമികമായ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. കൊരിന്ത്യലേഖനത്തിൽ പുളിമാവിനെക്കുറിച്ച് പറയുന്നത് സഭയ്ക്കകത്ത് ഇമ്മോറാലിറ്റിയെക്കുറിച്ചാണ്.
ഗലാത്യ ലേഖനത്തിൽ പുളിമാവിനെക്കുറിച്ച് പറയുന്നത് സഭയ്ക്കകത്തെ ഹെറസിയെക്കുറിച്ചാണ്. അങ്ങനെ വിവിധ തരത്തിലുള്ള പുളിമാവുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് യേശു പറഞ്ഞത്? ഫാരസീസിൻ്റെ സദൂക്യരുടെ അവർ തന്നെയാണ് ആദ്യം ചോദ്യം ചോദിക്കുക. ഇവർ തമ്മിൽ അടുക്കാത്തവരാണ്, രണ്ട് ചിന്താപീഠമാണ്. പരീശന്മാരെന്ന് പറയുന്നത് പാരമ്പര്യവാദികളാണ്, ജൂയിഷ് ലീഗലിസത്തിൻ്റെ വക്താക്കളാണ്. സദൂക്യരെന്ന് പറയുന്നത് ലിബറൽസാണ്, സ്വതന്ത്ര ചിന്താഗതിക്കാരാണ്. അവർ പുനരുദ്ധാനം വിശ്വസിക്കാത്തവരാണ്, ദൂതന്മാരിൽ വിശ്വസിക്കാത്തവരാണ്, ആത്മാവിൽ വിശ്വസിക്കാത്തവരാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ യോജിക്കാത്തവരാണ്. പക്ഷേ ക്രിസ്തുവിനെ മൗനമാക്കാൻ, ക്രിസ്തുവിനെ നിശബ്ദനാക്കാൻ, ക്രിസ്തുവിനെ കൊടുക്കാൻ രണ്ട് ചിന്താധാരകൾ ഇവിടെ ഒന്നിക്കുകയാണ്. എല്ലാ കാലവും അങ്ങനെയാണ്. രാഷ്ട്രീയമാകട്ടെ മതമാകട്ടെ, സത്യത്തിനെതിരെ അങ്ങനെയൊരു കോൺസ്പിറസി ഉണ്ടാകും. ഇവിടെ തെറ്റിദ്ധരിക്കുകയാണ്. അവരുടെ ദുരുപദേശങ്ങളെ, അവിടെ അബദ്ധോപദേശങ്ങളെ, അവിടെ ഹിപ്പോക്രസിയെ, അവിടെ കപടഭക്തിയെ, അവിടെ മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള ഭൗതികവാദത്തെ നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് പറഞ്ഞത്. പക്ഷേ തെറ്റിദ്ധരിക്കുന്നു. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാതെ, വസ്തുതകളെ തിരിച്ചറിയാതെ തെറ്റിദ്ധരിക്കുന്ന അല്പവിശ്വാസികൾ. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ ക്രിസ്തുവിനെ പരീക്ഷിക്കുന്ന വിശ്വാസത്തിൻ്റെ അഭാവം, അവിശ്വാസികൾ. രണ്ടാമതായി 12 വരെയുള്ള വാക്യങ്ങളിൽ, 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിനെ വളരെ തെറ്റിദ്ധരിക്കുന്ന, ഇവിടെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അല്പവിശ്വാസികളെക്കുറിച്ചാണ് പറയുന്നത്. 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് പ്രധാനമായി നമ്മുടെ ചിന്ത. അവിടെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ആദ്യം പറഞ്ഞ രണ്ട് വിശ്വാസത്തിൻ്റെ നിലവാരത്തിൽ നിന്നും വ്യത്യസ്തമാണ്. സേവിങ് ഫെയ്ത്താണ്. അതുകൊണ്ടാണ് ഒരു കൂട്ടർ ക്രിസ്തുവിനെ പരീക്ഷിക്കുമ്പോൾ, ഒരു കൂട്ടർ ക്രിസ്തുവിനെ തെറ്റിദ്ധരിക്കുമ്പോൾ, ഇവിടെ ഇതാ യേശുവിനെ ഏറ്റുപറയുന്ന ഒരു വിശ്വാസത്തിൻ്റെ ദൃഢതയാണ് സേവിങ് ഫെയ്ത്ത് എന്ന് 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം വ്യക്തമായും മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു രക്ഷിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. ഗലീല കടൽ തീരത്ത് നിന്ന് 25 മൈൽ വടക്ക്, യോർദാന് 5 മൈൽ കിഴക്ക്, യെരുശലേമിൽ നിന്ന് 120 മൈൽ ദൂരെ വടക്കങ്ങ് കാണുന്നൊരു സ്ഥലമാണ്. ഒരു വിജാതീയമായ ഒരു പ്രദേശമെന്ന് വേണമെങ്കിൽ പറയാം ഫിലിപ്പിൻ്റെ കൈസരിയ. അവിടെ നിന്നുകൊണ്ട് യേശുക്രിസ്തു ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്നെ ആര് എന്ന് പറയുന്നു? നിങ്ങൾ എന്നെ ആര് എന്ന് പറയുന്നു? ആ ചോദ്യത്തിൻ്റെ ഉത്തരം യേശു തന്നെ തൻ്റെ വ്യക്തിത്വം പറയാൻ ആവശ്യപ്പെടുകയാണ്. യേശു തന്നെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണ് ഈ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പ്രസക്തമായ പ്രസ്താവന നാം കാണുന്നത്. ആ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലെ പ്രശസ്തമായ ആ പ്രസ്താവന ഒരു പ്രസ്താവന മാത്രമല്ല, ഇവിടെ 2-3 പ്രസ്താവനകളുണ്ട്. ഒന്ന് പത്രോസിൻ്റെ കൺഫെഷനാണ്, പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. 16-ാം അധ്യായം 16-ാം വാക്യം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. രണ്ടാമതായി യേശു ക്രിസ്തു ആദ്യമായി സഭയെക്കുറിച്ചുള്ള പ്രസ്താവന നടത്തുന്നത് ഇവിടെ വെച്ചാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, സഭയെക്കുറിച്ചുള്ള പ്രസ്താവന. 3, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചുള്ള തൻ്റെ പ്രഥമമായ പ്രസ്താവന ഇവിടെ വെച്ചാണ് നടത്തുന്നത്. 16-ാം അധ്യായം 21-ാം വാക്യത്തിലാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രശസ്തമായ ഒരു പ്രസ്താവന അവിടെ 21-ാം വാക്യത്തിൽ. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും തന്നെ ഉപദ്രവിക്കുന്നതിനെക്കുറിച്ചും കഷ്ടമനുഭവിച്ച് താൻ കൊല്ലപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള തൻ്റെ സഫറിങ്ങിനെക്കുറിച്ചുള്ള ക്രൂശീകരണത്തെക്കുറിച്ചുള്ള പ്രഥമ പ്രസ്താവന ഇവിടെയാണ്. അപ്പോൾ പ്രധാനമായ 3 പ്രസ്താവനകൾ ഈ ഭാഗത്തുണ്ട്. 16-ാം വാക്യത്തിലെ പത്രോസിൻ്റെ കൺഫെഷൻ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, അത് സഭയുടെ പ്രസ്താവന തന്നെയാണ്. രണ്ടാമതായി സഭയെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ പ്രസ്താവനയാണ്. സഭയെക്കുറിച്ച് ക്രിസ്തു ആദ്യം നടത്തുന്ന ഞാൻ എൻ്റെ സഭയെ പണിയുന്നുള്ള ഒരു പ്രസ്താവനയാണ്. 3, ക്രൂശ് മരണത്തെക്കുറിച്ചുള്ള പ്രഥമ പ്രസ്താവനയാണ്. ക്രൂശ് മരണത്തെക്കുറിച്ച് പിന്നീട് 2 ഇടങ്ങളിൽ കൂടെ പ്രസ്താവിക്കുന്നുണ്ട്. 17-ന്റെ 22-ലും 20-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 19 വാക്യങ്ങളിലും യേശു ക്രിസ്തു ക്രൂശീകരണത്തെക്കുറിച്ച് 2-ാം പ്രസ്താവനയും തന്നെ 3-ാം പ്രസ്താവനയും നടത്തുന്നുണ്ട്. അതാണ് പ്രധാനമായി ഈ 16-ാം അധ്യായത്തിലെ പ്രസ്താവന അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ
അവിശ്വാസികളായ ഒരു കൂട്ടം ആളുകൾ ക്രിസ്തുവിനെ പരീക്ഷിച്ച് അടയാളം അന്വേഷിക്കുമ്പോൾ ഒരാളുടെ വ്യക്തിത്വം നിർണ്ണയിക്കാൻ, അടയാളപ്പെടുത്താൻ ആശ്ചര്യജനകമായ എന്തോ സംഭവങ്ങൾ ഉണ്ടാകണം എന്ന് വിശ്വസിച്ചുകൊണ്ട് അടയാളം അന്വേഷിക്കുന്ന ഒരു തലമുറയുടെ നടുവിൽ, ക്രിസ്തുവിനെ പരീക്ഷിക്കുന്ന ഒരു കൂട്ടം ആ കൂട്ടത്തിൻ്റെ നടുവിൽ, രണ്ട്, ആത്മീയർത്ഥം മനസ്സിലാക്കാതെ, കാര്യങ്ങൾ വിവേചിക്കാതെ അക്ഷരീയമായി കാര്യങ്ങളെ സമീപിക്കുന്ന അല്പവിശ്വാസികൾ ക്രിസ്തുവിനെ തെറ്റിദ്ധരിക്കുന്നവരുടെ നടുവിൽ ഇവിടെ ഇതാ വളരെ കനപ്പെട്ട ഒരു വിശ്വാസം, ദൃഢതയുള്ളൊരു വിശ്വാസം, സേവിങ് ഫെയ്ത്ത്, രക്ഷിക്കുന്നൊരു വിശ്വാസം, ക്രിസ്തുവിനെ കൺഫസ് ചെയ്യുകയാണ്, ഏറ്റുപറയുകയാണ്. ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഫിലിപ്പിൻ്റെ കൈസരിയ നമുക്കറിയാം, ഇതിന് പൊളിറ്റിക്കലായും റിലിജിയനായും മതപരമായും രാഷ്ട്രീയമായും ഇതിനൊരു പശ്ചാത്തലവും പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണ് സഭയെക്കുറിച്ച് പറയാൻ ഈ സ്ഥലം ക്രിസ്തു തിരഞ്ഞെടുത്തത്? ഞാൻ എൻ്റെ സഭയെ പണിയും എന്നുള്ള എക്ലീഷിയെക്കുറിച്ചുള്ള യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും കനപ്പെട്ട ഒരു പ്രഖ്യാപനം ഫിലിപ്പിൻ്റെ കൈസരുണ്ടാകാൻ രാഷ്ട്രീയവും മതപരമായ പ്രാധാന്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ബാൽ ആരാധന വ്യാപകമായിരുന്നൊരു സ്ഥലമായിരുന്നു ഇത്. ബാൽ ആരാധന വ്യാപകമായ ഒരു സ്ഥലം. ഗ്രീക്ക് ദേവനായ പാൻ നിരവധി ക്ഷേത്രങ്ങളിൽ ആരാധിക്കപ്പെടുന്നൊരു സ്ഥലമാണ് ഫിലിപ്പിൻ്റെ കൈസരിയ. ഗ്രീക്ക് ദേവനായ പാൻ ദേവൻ്റെ ക്ഷേത്രം തന്നെയുണ്ട്. ഇവിടെ മാത്രമല്ല, പലയിടങ്ങളിലും അത് ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല, മഹാനായ ഹെരോദാവ് ഔഗുസ്തോസ് കൈസറുടെ പേരിൽ ഒരു ക്ഷേത്രം പണിതിട്ടുണ്ട്. അങ്ങനെ ജാതി അന്ധവിശ്വാസങ്ങളുടെ ഒരു മധ്യത്തിലാണ് പത്രോസ് യേശുവിനെ ഏറ്റുപറയുന്നത്. പത്രോസ് ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ബാൽ ദേവനായ പാൻ്റെ ക്ഷേത്രമുള്ള ഒരു നാട്ടിൽ ഹെരോദാവ് ഔഗുസ്തോസ് കൈസറുടെ പേരിൽ ഒരു ക്ഷേത്രം പണിതിരിക്കുന്ന ഒരു നാട്ടിൽ ബാൽ ആരാധന പ്രചാരത്തിലിരിക്കുന്ന വ്യാപകമായ ഒരു സ്ഥലത്ത് വിജാതീയമായ അന്ധവിശ്വാസങ്ങളുടെ മധ്യത്തിലാണ് യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത്. അതിൻ്റെ ആ പ്രസ്താവനയ്ക്ക് പ്രശസ്തിയുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ആ പശ്ചാത്തലം. ഞാൻ ആരാണ്? ജനക്കൂട്ടത്തിൻ്റെ പബ്ലിക് ഒപ്പീനിയൻ അല്ല എനിക്കറിയേണ്ടത്, നിങ്ങളെന്നെ ആരെന്ന് പറയുന്നു എന്ന് ഇവിടെ കർത്താവ് ചോദിക്കുകയാണ്. അങ്ങനൊരു മതപരമായൊരു പശ്ചാത്തലം അതിനുണ്ട്. വിജാതീയ ആരാധനയുടെയും കാവ്യമതത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ബാലിൻ്റെ ആരാധനയുടെ പാൻ ക്ഷേത്രത്തിൻ്റെയും ഔഗുസ്തോസ് കൈസറുടെ ക്ഷേത്രം നിൽക്കുന്നൊരു നാട്ടിൽ ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, എക്ലീഷ്യയെക്കുറിച്ച് യേശു ഒരു പ്രസ്താവന നടത്തുകയാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ ബാലല്ല ഞങ്ങളുടെ ദൈവം, ഗ്രീക്ക് ദേവനായ പാനല്ല ഞങ്ങളുടെ ദൈവം, മഹാനായ ഹെരോദാവ് പണി കഴിപ്പിച്ചിരിക്കുന്ന ഔഗുസ്തോസ് കൈസറുടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രതിഷ്ഠയല്ല ഞങ്ങളുടെ ദൈവം. ഈ വിജാതീയ ചിന്താധാരകളുടെയും മതസങ്കല്പങ്ങളുടെയും ആരാധനാബിംബങ്ങളുടെയും നാട്ടിൽ ഞങ്ങൾ ഏറ്റുപറയുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഏറ്റുപറച്ചിലിൻ്റെ പ്രസക്തിയതാണ്. രണ്ട്, എക്ലീഷ്യയെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ ചരിത്രപരമായ ഒരു പ്രഖ്യാപനമാണ്. എക്ലീഷ്യയെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ ചരിത്രപരമായ ഒരു പ്രഖ്യാപനം. കാരണം നിങ്ങൾക്കറിയാം, എക്ലീഷ്യ എന്ന് പറയുന്നത് അതിനും ഒരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. എക്ലീഷ്യ എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് ഗ്രീസിലെ, പുരാതന ഗ്രീസിലെ ഒരു പൊളിറ്റിക്കൽ ഡെമോക്രാറ്റിക് അസംബ്ലിയാണ്. എക്ലീഷ്യ എന്ന് പറയുന്നത് ദ അസംബ്ലി ഓഫ് ദി സിറ്റിസൺസ് ഇൻ ദ ഡെമോക്രാറ്റിക് സിറ്റി ഓഫ് ഏൻഷ്യൻ്റ് ഗ്രീസ്. പുരാതന ഗ്രീസിലെ ഒരു പൊളിറ്റിക്കൽ അസംബ്ലിയാണ്, പോപ്പുലർ അസംബ്ലിയാണ് ഈ എക്ലീഷ്യ എന്നറിയപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, ഗ്രീസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഗ്രീസ് എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ വഴികാട്ടിയും വെളിച്ചവുമാണ് ഗ്രീസ്. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമാണ് ഗ്രീസ് എന്ന് പറയുന്നത്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ നാഗരികത രൂപം കൊള്ളുന്നത് ഇവിടെയാണ്. കലയും സാഹിത്യവും തത്വശാസ്ത്രവും രാഷ്ട്രമീമാംസയും
അങ്ങനെ വൈജ്ഞാനിക മേഖലയിൽ അഭിരമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ സോക്രട്ടീസിൻ്റെയും പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടിൻ്റെയും പെരിക്ലിസിൻ്റെയും സോഫോക്ലിസിൻ്റെയും പൈതഗോറസിൻ്റെയും ഒക്കെ സ്ഥലമാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നഗരരാഷ്ട്രങ്ങളാണ് ഏഥൻസും സ്പാർട്ടയും എന്ന് പറയുന്നത്. പുരാതന ഗ്രീസിലെ ആദ്യത്തെ നാഗരികത എന്ന് പറയുന്നത് മിനോവൻ സംസ്കാരവും മൈസീനിയൻ സംസ്കാരവുമാണ്. നമ്മൾ സുമീറിയൻ സംസ്കാരം എന്ന് കേട്ടിട്ടുണ്ട്, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് കേട്ടിട്ടുണ്ട്, ഈജിപ്ഷ്യൻ സംസ്കാരം നമ്മൾ കേട്ടിട്ടുണ്ട്, മെസപ്പൊത്തോമിയൻ കൾച്ചർ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ പുരാതന ഗ്രീസിലെ ആദ്യത്തെ നാഗരികതകളാണ് ഈ മിനോയൻ സംസ്കാരവും മൈസീനിയൻ സംസ്കാരവും എന്ന് പറയുന്നത്. പ്രാചീന ലോകത്തിലെ സപ്താത്ഭുതങ്ങൾ 7 അത്ഭുതങ്ങളിൽ 3 ഈ പ്രാചീന ഗ്രീസിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അർത്തമീസ് ദേവതയുടെ ക്ഷേത്രമാകട്ടെ, ഫാറോസ് ദ്വീപിൽ പണിത പടുകൂറ്റൻ ദീപസ്തംഭമാകട്ടെ, ഒളിമ്പിയായിലെ സീസ് ദേവൻ്റെ കൂറ്റൻ പ്രതിമയാകട്ടെ, പുരാതന ലോകത്തെ അത്ഭുതങ്ങളിൽ പ്രധാനപ്പെട്ട 3 അത്ഭുതങ്ങൾ ഈ ഗ്രീസിലാണ് ഉള്ളത്. ദൈവങ്ങളുടെ നാടാണ്. രാഷ്ട്രീയ പ്രബുദ്ധത മാത്രമല്ല, സാംസ്കാരിക പ്രബുദ്ധത മാത്രമല്ല, രോഗത്തിന് ദൈവമുണ്ട്, ക്ഷാമത്തിന് ദൈവമുണ്ട്, അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾക്ക് ദൈവമുണ്ട്, യുദ്ധങ്ങൾക്ക് ദൈവമുണ്ട്. അവരുടെ യുദ്ധങ്ങളുടെ ദൈവമാണ് മാർസ് യുദ്ധദേവൻ എന്ന് പറയും. അതാണ് അരോബ്യ കുന്നിൽ എന്ന് പറയുന്ന മാർഷ് ഹിൽ. അത് റോമൻ യുദ്ധദൈവമാണ് അവരുടെ. ഇതിൽ നിന്നെല്ലാം രോഗത്തുനിന്നും ക്ഷാമത്തുനിന്നും പകർച്ചവ്യാധികളിൽ നിന്നും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഇടിമിന്നലുകളിൽ നിന്നും സാംക്രമികമായ രോഗങ്ങളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും ഒക്കെ അവരെ രക്ഷിക്കുന്ന ദൈവങ്ങൾ അവർക്കുണ്ട്. അങ്ങനെയുള്ള ദൈവം, തങ്ങൾക്കറിയാത്ത ഏതെങ്കിലും ദൈവമുണ്ടെങ്കിൽ ആ ദൈവം പോലും കോപിച്ചിട്ട് പകർച്ചവ്യാധികളോ പ്രകൃതിക്ഷോഭങ്ങളോ ഉണ്ടാകരുതെന്ന് വിചാരിച്ചുകൊണ്ട് പേരില്ലാത്ത ദൈവത്തിന് പോലും വേലിക്കല്ല് നാട്ടുന്ന അജ്ഞാത ദേവൻ്റെ ഒരു നാടാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്ന ആ ഭാഗം വിശദീകരിക്കാനല്ല. എന്തുകൊണ്ടാണ് എക്ലീഷ്യയുടെ പ്രഖ്യാപനം? എക്ലീഷ്യ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഗ്രീസിലെ ഏഥൻസിലെ പോപ്പുലർ അസംബ്ലിയാണ്. അവിടുത്തെ ഒരു ഡെമോക്രാറ്റിക് അസംബ്ലിയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട നഗരരാഷ്ട്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഏഥൻസ്, അല്ലെങ്കിൽ മറ്റൊന്നാണ് സ്പാർട്ട എന്ന് പറയുന്നത്. ഈ ഏഥൻസ് കലയുടെയും വിദ്യാഭ്യാസത്തിൻ്റെ, രാഷ്ട്രമീമാംസയുടെയും വിജ്ഞാനത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും മുൻപന്തി നിൽക്കുന്ന സ്ഥലമാണ്. പ്രധാനപ്പെട്ട ദേവത അധീനാദേവിയാണ്. അധീനാദേവിയുടെ ക്ഷേത്രം തന്നെ ഇവിടെയുണ്ട്. അധീനാദേവിയുടെ പാർത്തിനോൺ ക്ഷേത്രം അവിടെയുണ്ട്. യുദ്ധവും കലയും സാഹിത്യവും ബുദ്ധിയും തത്വചിന്തയും ഇതിൻ്റെ എല്ലാം ചുമതല വഹിക്കുന്നത് അധീനാദേവിയാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഒലിവുമരങ്ങൾ സൃഷ്ടിച്ച അധീനയുടെ പ്രിയപ്പെട്ട പക്ഷി മൂങ്ങയാണ്. അവിടെ അടയാളം അതാണ്. അതുപോലെ തന്നെ BC 480 പേർഷ്യൻ അക്രപ്പോളിസിലെ അധീനാദേവിയുടെ ക്ഷേത്രം തകർത്തതായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പേർഷ്യക്കാർ ഈ അക്രപ്പോളിസിലെ ദേവരുടെ ക്ഷേത്രം പേർഷ്യക്കാരാണ് തകർക്കുന്ന ചരിത്രമുണ്ട്. പെരിക്ലിസും സോളനുമൊക്കെ, സോളൻ എന്നൊക്കെ പറയുന്നത് വലിയ പ്രസിദ്ധരായ ഭരണാധികാരികൾ അവരാണ്. ഞാനത് പറയാനല്ല വരുന്നത്. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന മോഡേൺ ഡെമോക്രസി ഉണ്ടല്ലോ, ആധുനിക ജനാധിപത്യം. ഈ ആധുനിക ജനാധിപത്യത്തിൻ്റെ പ്രാക് രൂപം എന്ന് പറയുന്നത് ഏഥൻസാണ്. എക്ലീഷ്യയിലേക്ക് വരാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. ആധുനിക ജനാധിപത്യത്തിൻ്റെ മാതൃക ഏഥൻസാണ്. അവിടെയാണ് ഡെമോക്രസി പിറവി കൊള്ളുന്നത്. ആധുനിക ജനാധിപത്യത്തിൻ്റെ പ്രാക് രൂപം ഏഥൻസിലാണ്. അതാണ് എക്ലീഷ്യ. അതൊരു പോപ്പുലർ അസംബ്ലിയാണ്. അതൊരു ഡെമോക്രാറ്റിക് അസംബ്ലിയാണ്. അവിടുത്തെ സിറ്റിസൺ എല്ലാം ഈ പോപ്പുലർ അസംബ്ലിയിൽ അംഗങ്ങളാണ്. തൊഴിലാളികളും അടിമകളും സ്ത്രീകളും കുട്ടികളൊന്നും അംഗങ്ങളല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും വോട്ടവകാശമില്ല. വോട്ടവകാശമുള്ള എല്ലാ പുരുഷന്മാരും പ്രായപൂർത്തിയായവരും ഈ പോപ്പുലർ ഡെമോക്രാറ്റിക് അസംബ്ലിയിൽ അംഗങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവിടെയാണ് അപ്പോസ്തലർ 17-ാം അധ്യായത്തിൽ പൗലോസിൻ്റെ ചരിത്രപ്രസിദ്ധമായ പ്രഭാഷണം നടത്തുന്ന മാർഷ് ഹിൽ. റോമാക്കാരുടെ യുദ്ധദേവനാണ് മാർഷ് എന്ന് പറയുന്നത്. അവിടെ അരോബ്യ കുന്നിന്മേൽ, അരോബ്യ കോടതിയാണ്, അതൊരു ഹൈക്കോർട്ടാണ്. ഏകദേശം 30 പേരുടെ സംഘങ്ങളടങ്ങിയിരിക്കുന്ന ഒരു ഹൈക്കോർട്ടാണ് അരോബ്യ കോടതി എന്ന് പറയുന്നത്. നെപ്റ്റ്യൂണിൻ്റെ പുത്രനായ ഈ ഹലിഹോണിയക്കസിനെ വധിച്ചത് മാർസിൻ്റെ വിചാരണ കൊണ്ടാണെന്ന് നമ്മളവിടെ ചരിത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള വലിയ
ഒരു സ്ഥലമാണ് ഈ ഗ്രീസിലെ ഏതൻസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എക്ലീഷ്യ എന്നുള്ള വാക്ക് യേശു അവിടെ ഉപയോഗിക്കാൻ കാരണമുണ്ട്. ഇത് പറയുമ്പോൾ എക്ലീഷ്യ ഇല്ല. എക്ലീഷ്യ എന്ന് പറയുന്ന ഗ്രീസിലെ ഏൻഷ്യൻ്റ് ഗ്രീസിലെ പുരാതന ഗ്രീസിലെ ആ പോപ്പുലർ അസംബ്ലിയാണ്. അതിനെയാണ് ഈ എക്ലീഷ്യ എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ 40 ടൈംസ് 40 പ്രാവശ്യം മാത്രം ആണ് എല്ലാ ഒരു പ്രാവശ്യവും ആഴ്ചയിൽ ഒരിക്കലും വർഷത്തിൽ 40 തവണയും ഒരുമിച്ച് സമ്മേളിക്കുന്ന അവർക്ക് അറ്റൻഡ് ചെയ്യാനും വോട്ടവകാശമുള്ള പ്രായപൂർത്തിയായ പൗരന്മാർ സംഘടിക്കുന്ന ഏകദേശം 18,000-ഓളം മാത്രം സിറ്റിസൺസ് പൗരന്മാരുള്ള ഒരു പോപ്പുലർ അസംബ്ലിയാണ്, ഒരു പൊളിറ്റിക്കൽ അസംബ്ലിയാണ്. നമ്മൾ ഇവരെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. സാധാരണമായ എക്ലീഷ്യ നിങ്ങൾ കാണരുത്. ഈ എക്ലീഷ്യയ്ക്ക് ഒത്തിരി വലിയ അവകാശങ്ങളുള്ള ഒരു എക്ലീഷ്യയാണ് ഈ പുരാതന ഗ്രീസിലെ ഏതൻസിലെ ഈ എക്ലീഷ്യ എന്ന് പറയുന്നത്, പോപ്പുലർ അസംബ്ലി എന്ന് പറയുന്നത്. അവർക്ക് യുദ്ധം പ്രഖ്യാപിക്കാൻ, വാർ ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരമുണ്ട്. മിലിറ്ററി സ്ട്രാറ്റജി, യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ അധികാരമുണ്ട്. ഒഫീഷ്യൽസിനെ, പട്ടാള മേധാവികളെ, ഉദ്യോഗസ്ഥരെ എലക്ട് ചെയ്യാനും അപ്പോയിൻ്റ് ചെയ്യാനും അധികാരമുള്ള ഒരു മജിസ്റ്റീരിയൽ എക്സിക്യൂട്ടീവ് അധികാരമുള്ള ഒരു പോപ്പുലർ അസംബ്ലിയാണ് ഈ എക്ലീഷ്യ ഏൻഷ്യൻ്റ് ഗ്രീസിലെ ഏതൻസിലെ ഈ പൊളിറ്റിക്കൽ ഡെമോക്രാറ്റിക് അസംബ്ലി എന്ന് പറയുന്ന എക്ലീഷ്യ എന്ന് പറയുന്നത്. അവിടുത്തെ പ്രോമിനൻ്റ് റോക്ക് എന്നറിയപ്പെടുന്ന അരോബക്കുന്നിന്മേൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഹൈക്കോർട്ട്, അവിടെ നിന്നുകൊണ്ടാണ് ഈ പൗലോസിന് അപ്പോസ്തലർ 17-ാം അധ്യായത്തിലെ പ്രസംഗം ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഒരു ജുഡീഷ്യൽ ബോഡി കൂടിയാണിത്. അപ്പോൾ ഒരു ജുഡീഷ്യൽ ബോഡി ഓഫ് അരിസ്റ്റോക്രാറ്റിക്, ആ ഒരു മജിസ്റ്റീരിയൽ അധികാരമുള്ള, യുദ്ധങ്ങളെ പ്രഖ്യാപിക്കാൻ അധികാരമുള്ള, മിലിറ്ററി സ്ട്രാറ്റജി രൂപീകരിക്കാൻ അധികാരമുള്ള, പട്ടാള ഉദ്യോഗസ്ഥരെയും ഒഫീഷ്യൽസിനെയും ഇലക്ട് ചെയ്യാനും അപ്പോയിൻമെൻ്റ് ചെയ്യാൻ അധികാരമുള്ള, വളരെ എക്സിക്യൂട്ടീവ് മജിസ്റ്റീരിയൽ അധികാരങ്ങളുള്ള ഒരു പോപ്പുലർ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ അസംബ്ലിയാണ് ഏൻഷ്യൻ്റ് ഗ്രീസിലെ ഏതൻസിലെ എക്ലീഷ്യ എന്നറിയപ്പെടുന്നത്. അതിനെയാണ് ഈ വാക്കാണ് മത്തായി 16:18 കർത്താവ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫിലിപ്പിൻ്റെ കൈസരിയിൽ നിന്നുകൊണ്ട് യേശു അത് പ്രഖ്യാപിക്കുകയാണ്. ഒരു ഏൻഷ്യൻ്റ് റോമൻ സിറ്റിയാണ്. അത് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം, മൗണ്ട് ഹെർമൻ്റെ സൗത്ത് വെസ്റ്റേൺ സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഫിലിപ്പിൻ്റെ കൈസരിയിൽ നിന്നുകൊണ്ട് വളരെ പുരാതനമായ റോമൻ സിറ്റിയാണ്. അവിടെ നിന്നുകൊണ്ടാണ് യേശു എക്ലീഷ്യയുടെ പുതിയ പ്രഖ്യാപനം നടത്തുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത്രയും ഭാഗം പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പ്രധാനമായി 2 കാരണങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒന്ന്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന് പത്രോസ് അവിടെ പ്രഖ്യാപിക്കാൻ കാരണം ഞാൻ പറഞ്ഞു. ബാലിൻ്റെ ആരാധന പ്രബലമായ ഗ്രീക്ക് ദേവനായ പാൻ നിരവധി ക്ഷേത്രങ്ങളിൽ ആരാധിക്കപ്പെടുന്ന, മഹാനായ ഹെരോദാവ് അഗുസ്തോസ് കൈസറുടെ പേരിൽ ഒരു ക്ഷേത്രം പണിതിരിക്കുന്ന, ക്ഷേത്രങ്ങളുടെയും വിജാതി ആരാധനകളുടെയും വ്യത്യസ്തങ്ങളായ പ്രത്യയശാസ്ത്രങ്ങളുള്ള ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ് ജീവനുള്ള ദൈവത്തിനായ പുത്രനായ ക്രിസ്തു എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നതിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. എപ്പോഴാണ് ക്രിസ്തു സഭയെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയത്? ഞാൻ പറഞ്ഞില്ല, 3 പ്രഖ്യാപനങ്ങൾ അവിടെയുണ്ട്. 1, യേശുവിനെക്കുറിച്ചുള്ള പത്രോസിൻ്റെ പ്രഖ്യാപനം. 2, സഭയെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ പ്രഖ്യാപനം. 3, യേശു ക്രിസ്തുവിൻ്റെ പ്രഥമ പ്രഖ്യാപനം തൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് ഈ ചാപ്റ്റർ നടത്തുന്നുണ്ട്. ഈ 3 പ്രഖ്യാപനം നടത്താൻ തിരഞ്ഞെടുത്തൊരു സ്ഥലം ഫിലിപ്പിൻ്റെ കൈസരിയാണ്. നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴാണ് യേശു ചോദിക്കുകയാണ്, നിങ്ങളെന്നെ ആരെന്ന് പറയുന്നു? നിങ്ങളെന്നെ ആരെന്ന് പറയുന്നു? ഈ വിശ്വാസ പ്രഖ്യാപനം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നഥനയേൽ, യോഹന്നാൻ സുവിശേഷം 1:41 നഥനയേൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ യേശു കടലിനെയും കാറ്റിനെയും ശാന്തമാക്കിയപ്പോൾ ഇവൻ ദൈവത്തിനാണ് സത്യമെന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ യേശു ക്രിസ്തു ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയപ്പോൾ ജനമെല്ലാം വിട്ടുപോയപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് അവർ നടത്തുന്നുണ്ട്. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ അന്ത്രയോസ് നടത്തുന്നുണ്ട്. യോഹന്നാൻ 1:41. ഇതിനു പലരും താൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ദൈവപുത്രനാണ് സത്യം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ വിശ്വാസ പ്രഖ്യാപനം വ്യത്യസ്തത പുലർത്തുന്നത് എന്തുകൊണ്ടാണ്?
പ്രധാനമായി രണ്ട് കാര്യമുണ്ട്. ഒന്ന്, യേശു നേരിട്ട് ആവശ്യപ്പെട്ടൊരു പ്രഖ്യാപനമാണ്. യേശു അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. യേശു സ്വീകരിച്ച ഒരു പ്രഖ്യാപനം കൂടിയാണ്. യേശു അംഗീകരിച്ച് അക്സെപ്റ്റ് ചെയ്ത ശേഷം പ്രതികരിച്ച ഒരു പ്രഖ്യാപനം കൂടിയാണിത്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. ജനക്കൂട്ടത്തിൻ്റെ തീരുമാനമല്ല, പബ്ലിക് ഒപ്പീനിയൻ പലതും പറയുന്നുണ്ട്. മലാഖിയുടെ പ്രവചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇവൻ ഏലിയാവാണെന്ന് പറയുന്നവരുണ്ട്. മലാഖി പറഞ്ഞു ഏലിയാവ് വരുമെന്ന്. ഏലിയാവിൻ്റെ ആത്മാവിനോടും ശക്തിയോടും കൂടി വന്നവൻ. യോഹന്നാൻ സ്നാപകനാണെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. യോഹന്നാൻ സ്നാപകനാണെന്ന് തെറ്റിദ്ധരിച്ചതും മലാഖിയുടെ പ്രവചനവുമായി ബന്ധപ്പെട്ടാണ്. യോഹന്നാൻ സ്നാപകനാണെന്ന് പ്രഖ്യാപിച്ചവരുണ്ട്, തെറ്റിദ്ധരിച്ചവരുണ്ട്. യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റ് വന്നവനാണെന്ന് പറഞ്ഞവരുണ്ട്. പ്രവാചകന്മാർ ഉയർത്തെഴുന്നേറ്റ് വന്നെന്ന് പറഞ്ഞവരുണ്ട്. യെരൂശലേമിൻ്റെ തകർച്ച കണ്ടുകൊണ്ട് നിലവിളിച്ച, ജനത്തിൻ്റെ അധപ്പതം കൊണ്ട് നിലവിളിച്ച യെരമ്യാവിനെ പോലെ, കണ്ണുനീരിൻ്റെ പ്രവാചകനായ യെരമ്യാവിനെ പോലെ യെരൂശലേമിനെ നോക്കി കരഞ്ഞവനെ, മരണവീട്ടിൽ കരഞ്ഞവനെ യെരമ്യാവാണെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. യോഹന്നാൻ സ്നാപകനാണെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. ഏലിയാവും തെറ്റിദ്ധരിച്ചവരുണ്ട്. ഏതെങ്കിലും ഏൻഷ്യൻ്റ് പ്രോഫറ്റ്സ് ഉയർത്തെഴുന്നേറ്റ് വന്നവരാണെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. ഇതിൻ്റെ നടുവിലാണ് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. ആൾക്കൂട്ടത്തിൻ്റെ പൊതുജനാഭിപ്രായമല്ല, പബ്ലിക് ഒപ്പീനിയനല്ല എനിക്കറിയേണ്ടത്. ജനക്കൂട്ടത്തിൻ്റെ വികാരപരമായ പ്രതികരണമല്ല എനിക്കുണ്ടാകേണ്ടത്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. അങ്ങനെ യേശു ആവശ്യപ്പെട്ട ഒരു പ്രഖ്യാപനം. ആ പ്രഖ്യാപനമാണ് ഇവിടെ പത്രോസ് നടത്തുന്നത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ബാലിൻ്റെ ആരാധന പ്രബലമായ ഗ്രീക്ക് ദേവനായ പാൻ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് ആരാധിക്കപ്പെടുന്നൊരു നാട്ടിൽ, ഔഗുസ്തോസ് കൈസറുടെ ക്ഷേത്രമുള്ളൊരു നാട്ടിൽ, വിജാതീയമായ ആരാധന സങ്കല്പങ്ങളും വിവിധങ്ങളായ പ്രതിഷ്ഠകളുമുള്ളൊരു നാട്ടിൽ ഞങ്ങൾ ഉറപ്പോട് പറയുന്നു, ദൃഢതയോട് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോഴാണ് ക്രിസ്തു സഭയെക്കുറിച്ചുള്ള തൻ്റെ ആദ്യത്തെ പ്രഖ്യാപനം നടത്തുന്നത്. നീ പത്രോസാകുന്നു, ഞാൻ ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല എന്നുള്ള 18-ാം വാക്യത്തിലെ ഏറ്റവും അതിപ്രധാനമായ യേശു ക്രിസ്തുവിൻ്റെ പ്രഖ്യാപനമാണ് അവിടെ പറയുന്നത്. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. എപ്പോഴാണ് യേശു സഭയെക്കുറിച്ചുള്ള, എക്ലീഷ്യയെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത്? യേശു ക്രിസ്തു ആരാണ് എന്നുള്ള വെളിപ്പാട് എപ്പോഴാണ് അവർക്ക് ലഭിച്ചത്? അപ്പോഴാണ് ചർച്ചിനെക്കുറിച്ചുള്ള റെവലേഷൻ ക്രിസ്തു അവർക്ക് കൈമാറിയത്. ഈ വെളിപ്പാട് പത്രോസിൻ്റെ കണ്ടുപിടുത്തമല്ല. ഈ വെളിപ്പാട് ജഡരക്തങ്ങളല്ല ഇത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. ഇത് റെവലേഷനാണ്, ദൈവികമായ വെളിപ്പാടാണ്. എപ്പോഴാണ് എക്ലീഷ്യയെക്കുറിച്ച് യേശു വെളിപ്പെടുത്തിയത്? ശരീരമായ സഭയെക്കുറിച്ച് വെളിപ്പാട് നൽകിയത് എപ്പോഴാണെന്നറിയാമോ? യേശു ഈ വെളിപ്പാട് നൽകിയത് എപ്പോഴാണെന്ന് മനസ്സിലാക്കണം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് എപ്പോഴാണ് അവർക്ക് ലഭിച്ചത്? അപ്പോഴാണ് എക്ലീഷ്യയെക്കുറിച്ചുള്ള വെളിപ്പാട് ക്രിസ്തു അവർക്ക് കൈമാറിയത്. എവിടെയാണ് സഭ പണിയപ്പെടുന്നത്? സഭ പണിയപ്പെടുന്നത് പണത്തിന് മുകളിലല്ല. സഭ പണിയപ്പെടുന്നത് ഏതെങ്കിലും ആൾക്കൂട്ടങ്ങളുടെ മുകളിലല്ല, ഏതെങ്കിലും ചിന്താധാരയുടെ മുകളിലല്ല. ക്രിസ്തുവിൻ്റെ സഭ പണിയപ്പെടുന്നത് യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെന്ന് പ്രഖ്യാപിക്കുന്ന വിശ്വാസ പ്രഖ്യാപനങ്ങളുടെ മുകളിലാണ് എക്ലീഷ്യ പണിയപ്പെടുന്നത്. ആ റെവലേഷൻ്റെ മുകളിലാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള സംശയരഹിതമായ തിരിച്ചറിവുണ്ടല്ലോ, തിയോളജിക്കൽ കൺവിക്ഷൻ, ആ ദൈവശാസ്ത്ര ബോധ്യമുണ്ടല്ലോ, ആ ഡോക്ട്രിനൽ റെവലേഷൻ ഉണ്ടല്ലോ, ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള നോളജ് ഓഫ് ക്രൈസ്റ്റ്, ആ കൺഫെഷൻ്റെ മുകളിലാണ്, റെവലേഷൻ്റെ മുകളിലാണ്, ഡിക്ലറേഷൻ്റെ മുകളിലാണ് സഭ പണിയപ്പെടുന്നത്. ആ വിശ്വാസ പ്രഖ്യാപനം എവിടെയുണ്ടോ, ആ വിശ്വാസ പ്രതിജ്ഞ എവിടെയുണ്ടോ, ആ ഏറ്റുപറച്ചിൽ എവിടെയുണ്ടോ, ആ വെളിപ്പാട് എവിടെയുണ്ടോ, അവിടെയാണ് എക്ലീഷ്യ പണിയപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോഴാണ് യേശു പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഏൻഷ്യൻ്റ് ഗ്രീസിലെ പട്ടാളതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന, മിലിറ്ററി സ്ട്രാറ്റജി ആവിഷ്കരിക്കുന്ന, യുദ്ധം പ്രഖ്യാപിക്കാൻ അധികാരമുള്ള, പട്ടാള മേധാവികളെയും ഒഫീഷ്യൽസിനെയും നിയമിക്കാൻ അധികാരമുള്ള, ജുഡീഷ്യൽ എക്സിക്യൂട്ടീവ് അധികാരമുള്ള ഏൻഷ്യൻ്റ് ഗ്രീസിലെ
ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ പോപ്പുലർ അസംബ്ലി ഉണ്ടല്ലോ, ആ എക്ലീഷിയ മനസ്സിൽ വെച്ചുകൊണ്ട് യേശു പറയുകയാണ്, ഫിലിപ്പിൻ്റെ കൈസരിൽ വെച്ച് പറയുകയാണ്, ആ എക്ലീഷിയ ഇപ്പോൾ ഇല്ല. എവിടെ? ഫിലിപ്പിൻ്റെ കൈസരിൽ വെച്ച് പറയുന്നു. യേശു പറയുകയാണ്, എവിടെ ഏതൻസിലെ എക്ലീഷിയ? എവിടെ ഗ്രീസിലെ പോപ്പുലർ അസംബ്ലി? എവിടെ പുരാതന ഗ്രീസിലെ എക്ലീഷിയ? അതൊക്കെ ചരിത്രത്തിൽ മാഞ്ഞുപോയി. എവിടെ കൈസർമാരുടെ ഭരണം? ഫിലിപ്പിൻ്റെ കൈസരിൽ വെച്ച് പറയുകയാണ്, എവിടെ നഗരരാഷ്ട്രങ്ങൾ, നാഗരികതകൾ? എവിടെ കൈസർമാരുടെ തലസ്ഥാന നഗരികൾ? എവിടെ കൈസർമാരുടെ ഭരണകൂടങ്ങൾ? എവിടെ ഹേരോദാവിൻ്റെയും ഔഗുസ്തോസ് കൈസറുടെയും ഭരണങ്ങൾ? എവിടെ? ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പറയുന്നത്. തകർന്നടിഞ്ഞ നഗരരാഷ്ട്രങ്ങളുടെയും നാഗരികതയുടെയും നടുവിൽ, തകർന്നടിഞ്ഞ കൈസർമാരുടെ ഭരണാസ്ഥിര കേന്ദ്രങ്ങളുടെയും ഭരണകൂടങ്ങളുടെയും നടുവിൽ, അവിടെ അവരുടെ ഉടവാളും പടച്ചട്ടകളും ചെങ്കോലും കിരീടവുമെല്ലാം വിസ്മൃതിയിലാണ്ട് പോയപ്പോൾ, പുകൾപെറ്റ ചരിത്രപ്രസിദ്ധമായ പുരാതന ഗ്രീസിലെ അധികാരങ്ങളുള്ള പൊളിറ്റിക്കൽ അസംബ്ലിയായ എക്ലീഷിയ ജലരേഖയായി മാറിയപ്പോൾ, ഫിലിപ്പിൻ്റെ കൈസരിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ എക്ലീഷിയ സ്ഥാപിക്കും, ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അവിടെയാണ് യേശു ഈ പ്രഖ്യാപനം നടത്തുന്നത്. അവിടെയാണ് യേശു ക്രിസ്തു തൻ്റെ സഭയെക്കുറിച്ചുള്ള ഈ പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ വിശദമായ ഭാഗം ഞാൻ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല, കൂടുതൽ ഡെപ്തിൽ ആ വിഷയം ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ 16-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ അവിശ്വാസത്തിൻ്റെ അഭാവത്വ ക്രിസ്തുവിനെ പരീക്ഷിക്കുന്ന അടയാളം ചോദിക്കുന്ന ഒരു കൂട്ടരുടെ നടുവിൽ അല്പവിശ്വാസത്തിൻ്റെ ഭാഗമായി ക്രിസ്തുവിനെ തെറ്റിദ്ധരിച്ച, ആത്മീയമായ കാര്യങ്ങളെ വ്യാഖ്യാനിക്കാതെ അക്ഷരികമായി കാര്യത്തെ സമീപിച്ച തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ജനക്കൂട്ടത്തിന് നടുവിൽ ഇതാ ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന ഒരു പത്രോസ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് എക്ലീഷ്യയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതാണ് സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് വ്യക്തമായി പറയുകയാണ്. അപ്പോൾ സാധാരണ സഭയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഗ്രീക്ക് പൗരന്മാരുടെ കൂട്ടത്തെ പോപ്പുലർ അസംബ്ലി സഭയെന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോസ്തലർ 19-ാം അധ്യായത്തിൽ ആ കൂട്ടത്തെ സഭയെന്ന് വിളിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഇസ്രായേലിയുടെ മതപരമായ കൂടിവരികളെ ചർച്ച എന്ന് വിളിച്ചിട്ടുണ്ട്. അതല്ല എൻ്റെ എക്ലീഷ്യ. ഏൻഷ്യൻ്റ് ഗ്രീക്കിലെ പൗരന്മാരുടെ പോപ്പുലർ അസംബ്ലിയായ എക്ലീഷ്യ അല്ല ഇത്. അപ്പോസ്തലർ 19-ാം അധ്യായം 32, 39, 41 വാക്യങ്ങളിൽ പറയുന്ന ജനസഭയല്ല ഇത്. ആവർത്തനം 31-ന്റെ 30-ലും ന്യായാധിപരുടെ പുസ്തകം 20-ന്റെ 2-ലുമൊക്കെ പറയുന്ന ഇസ്രായേലിയുടെ മതപരമായ കൂടിവരവുണ്ടല്ലോ, ആ കൂടിവരവുകൾ പറയുന്ന സഭയല്ല, അസംബ്ലിയല്ല, എക്ലീഷ്യ അല്ല ഇത്. ഞാൻ എൻ്റെ സഭയെ പണി, എൻ്റെ സഭ വേറെയാണ്, എൻ്റെ എക്ലീഷ്യ, എൻ്റെ സഭ എന്ന് പറയുന്നുണ്ട്. അത് ഏൻഷ്യൻ്റ് ഗ്രീക്കിലെ അസംബ്ലിയല്ല, അത് ഇസ്രായേലിൻ്റെ മതപരമായ കൂടിവരവുകളല്ല, അത് അല്ലെങ്കിൽ അപ്പോസ്തലർ 19 പറയുന്ന ജനസഭകളല്ല. ആ പോപ്പുലർ അസംബ്ലിയെക്കുറിച്ചല്ല, ഡെമോക്രാറ്റിക് അസംബ്ലിയെക്കുറിച്ചല്ല പറയുന്നത്, ആ പൊളിറ്റിക്കൽ അസംബ്ലിയെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും, മറ്റ് ആൾക്കൂട്ടങ്ങളിൽ നിന്നും, പൗരസഭകളിൽ നിന്നും, മറ്റ് പൗരസമിതികളിൽ നിന്നും, ഏൻഷ്യൻ്റ് ഗ്രീസിലെ എക്ലീഷ്യയിൽ നിന്നും വ്യത്യസ്തമാണ് എൻ്റെ സഭ. അതെല്ലാം തകർന്നടിഞ്ഞു പോയി. ആ സമിതികളും നാഗരികളും നഗരാഷ്ട്രങ്ങളും ജനസഭകളും എല്ലാം തകർന്നടിഞ്ഞു പോയി. പക്ഷെ ഞാൻ എൻ്റെ സഭയെ, എൻ്റെ എക്ലീഷ്യയെ സ്ഥാപിക്കും. അതിനെ തകർക്കാൻ ഒരു ശക്തിയും കഴിയത്തില്ല. പാതാള ഗോപുരങ്ങൾക്ക്, പാതാളത്തിൻ്റെ കവാടങ്ങൾക്ക്, മരിച്ചവരുടെ ലോകത്തെക്കുറിച്ച് ഗ്രീക്ക് മിത്തോളജിയെക്കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പാതാളത്തിൻ്റെ കവാടങ്ങളെക്കുറിച്ച്, മരിച്ചവരുടെ ലോകമാണ് അവിശ്വാസികളുടെ ആത്മാക്കൾ പാർക്കുന്ന ഒരിടമെന്ന നിലയിൽ മരിച്ചവരുടെ ലോകം, പാതാളത്തിൻ്റെ കവാടങ്ങൾ,
ഗോപുരം എന്ന് ഉദ്ദേശിക്കുന്ന തന്നെ അതോറിറ്റിയാണ് കാണിക്കുന്നത്. ശക്തിയും അധികാരത്തെയാണ് ഈ ഗോപുരങ്ങൾ കാണിക്കുന്നത്. നമുക്കറിയാമല്ലോ, പട്ടണവാതുക്കൽ എന്നൊരു വാക്ക് ഓൾഡ് ടെസ്റ്റമെന്റിൽ പറയുന്നുണ്ട്. പട്ടണവാതുക്കൽ എന്നൊരു വാക്കുണ്ട്. ഒരു സിറ്റിയുടെ കവാടത്തെക്കുറിച്ചാണ്. ഗോപുരം അവിടെ ഇരുന്നുകൊണ്ടാണ് നാട്ടുകൂട്ടങ്ങൾ, പ്രസ്ബിറ്ററി മൂപ്പന്മാരുടെ സംഘം വിധി കൽപ്പിക്കുന്ന പട്ടണവാതുക്കലാണ്. രൂത്തിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, പട്ടണവാതുക്കലെ മൂപ്പന്മാർ ശിക്ഷ വിധിക്കാൻ പോലും അധികാരമുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഗോപുരം എന്നുള്ള വാക്ക് ശക്തിയും പവറിൻ്റെയും അധികാരത്തെയൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മരിച്ചവരുടെ ലോകത്തെ പ്രതിനിധീകരിക്കുന്ന, അവിശ്വാസിയുടെ ആത്മാക്കൾ പാർക്കുന്ന ഇടമെന്ന് മരിച്ചവരുടെ ലോകത്തെ പ്രതിനിധീകരിക്കുന്ന നരക കവാടങ്ങൾ, പൈശാചികമായ ശക്തിയും അധികാരവുമുള്ള നരക കവാടങ്ങൾ, പാതാളത്തിൻ്റെ കവാടങ്ങൾ, എക്ലീഷ്യയ്ക്കെതിരായി നിൽക്കുന്ന മറ്റൊരു അധികാരം, ആ നരക കവാടങ്ങൾക്ക്, പാതാളത്തിൻ്റെ കവാടങ്ങൾക്ക്, പാതാള ഗോപുരങ്ങൾക്ക്, ആ അധികാരത്തിന്, ശക്തിക്ക് തകർക്കാൻ കഴിയത്തില്ല എക്ലീഷ്യയെ. കാരണം അത് സ്ഥാപിച്ചത് ക്രിസ്തുവാണ്. എൻ്റെ സഭ അത് പണിയപ്പെടുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിന്മേലാണ്. അങ്ങനെ വിശ്വാസ പ്രഖ്യാപനം എവിടെയെല്ലാം പ്രാദേശിക കൂട്ടങ്ങൾ പ്രഖ്യാപനം നടത്തുമോ, ആ പ്രൊക്ലമേഷൻ, കെരിഗ്മ, ആ അപ്പസ്തോലികമായ പ്രബോധനങ്ങളുടെ പ്രഖ്യാപനങ്ങളുടെ മുകളിലാണ് ആ സഭ പണിയപ്പെടുന്നത് എന്ന് വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് പറഞ്ഞത്, ബെറിയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. എന്നിട്ട് 19-ാം വാക്യത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറയുകയാണ്. പിന്നീട് അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വർഗരാജ്യം എന്ന മത്തായി സുവിശേഷത്തിൽ മാത്രം വെച്ചിരിക്കുന്ന വാക്കാണ്. കിങ്ഡം ഓഫ് ഗോഡിനെക്കുറിച്ച് ഞാൻ മുമ്പൊരു പ്രസംഗം നടത്തിയാണ്. മറ്റ് 3 സുവിശേഷങ്ങളിലും കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മത്തായി സുവിശേഷത്തിലും 4 പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ആത്മീയമായ അവസ്ഥ, ഇപ്പോഴത്തെ അതിൻ്റെ പതിപ്പ് എക്ലീഷ്യയാണ്, കിങ്ഡം ഓഫ് ഗോഡിൻ്റെ. അതുകൊണ്ട് എന്താണ് അവിടെ പറയുന്നത്? അവിടെ പറയുന്നു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നമുക്കറിയാം താക്കോൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്. ക്രിസ്തുവിനെക്കുറിച്ച് അത് പറയുന്നുണ്ട്. ദാവീദിൻ്റെ താക്കോൽ എന്ന് വെളിപ്പെടുത്ത 1:7 പറയുന്നുണ്ട്. 1:7 പറയുന്നു, 1:18 പറയുന്നുണ്ട്. ദാവീദിൻ്റെ താക്കോൽ എന്നും മരണത്തിൻ്റെയും പാതാള താക്കോൽ കൈവശമുള്ളവരെന്നും പറയുന്നുണ്ട്. അങ്ങനെ മെറ്റഫോർ ഉപയോഗിക്കാറുണ്ട്, രൂപകാലങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് ക്രിസ്തു സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ്, താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. എന്തിനു വേണ്ടിയാണ്? അത് പാപമോചനം പ്രഖ്യാപിക്കാനുള്ള അധികാരത്തെക്കുറിച്ചാണ്. വിശ്വാസി സമൂഹത്തിന് ദൈവരാജ്യ പ്രവേശനത്തിന് വേണ്ടി വിശ്വാസത്തിൻ്റെ വാതിൽ തുറക്കുന്നതിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ പ്രസംഗത്തിലൂടെ ആയിരക്കണക്കിന് ആളുകൾ രക്ഷിക്കപ്പെടുകയാണ്. വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നത് ഈ താക്കോൽ ഉപയോഗിച്ചാണ്. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ വിശ്വാസത്തിൻ്റെ വാതിൽ തുറക്കുന്നത് ഈ താക്കോൽ ഉപയോഗിച്ചാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല, ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ പൗലോസ് തുറന്നു കൊടുക്കുന്നത് ഈ വാതിൽ ഉപയോഗിച്ചുകൊണ്ടാണ്. പത്രോസിനെ ശമരിയിലേക്ക് സുവിശേഷം പറയാൻ വേണ്ടി അയക്കുന്നുണ്ട്. അവിടെയും ഈ താക്കോൽ ഉപയോഗിക്കുന്നുണ്ട്. സുവിശേഷ പ്രഖ്യാപനത്തിൻ്റെ താക്കോൽ, വചനത്തിൻ്റെ അധികാരത്തിൻ്റെ താക്കോൽ, പാപമോചനം ഡിക്ലെയർ ചെയ്യാനുള്ള താക്കോൽ, ദൈവരാജ്യം പ്രസംഗിക്കാനുള്ള താക്കോൽ, വിശ്വസിക്കുന്നവരെ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പിക്കാനുള്ള വാതിൽ തുറന്നു കൊടുക്കുവാനുള്ള ആ സുവിശേഷത്തിൻ്റെ സവിശേഷമായ അധികാരത്തിൻ്റെ ആ താക്കോൽ കൈമാറുകയാണ്. കണ്ടോ, ക്രിസ്തുവിനെ തിരിച്ചറിയുന്നു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന വെളിപ്പാട് ലഭിച്ചപ്പോൾ സഭയുടെ വെളിപ്പാട് യേശു കൈമാറുന്നു. അങ്ങനെ വെളിപ്പാട് ലഭിച്ചവന് സുവിശേഷം പ്രസംഗിക്കാനുള്ള, ദൈവരാജ്യം പ്രസംഗിക്കാനുള്ള, മനുഷ്യ സമൂഹത്തിന് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നുകൊടുത്ത് അവനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ആ അധികാരത്തിൻ്റെ, പാപമോചനം ഡിക്ലെയർ ചെയ്യാനുള്ള, ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവന് പാപം മോചിക്കപ്പെട്ടുവെന്നും
ക്രിസ്തുവിൻ്റെ പാപമോചനത്തെ, ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിയെ നിരാകരിക്കുന്നവനിൽ അത് അടയപ്പെട്ടിരിക്കുന്നു എന്നും പ്രഖ്യാപിക്കാനുള്ള സവിശേഷമായ സുവിശേഷ പ്രസംഗത്തിൻ്റെ അധികാരത്തിൻ്റെ താക്കോൽ ഈ വെളിപ്പാട് ലഭിച്ചവൻ്റെ മേൽ വെളിപ്പാട് ലഭിച്ച സഭയ്ക്ക് അത് കൈമാറുകയാണ്. അപ്പോൾ ഈ അധികാരം സഭയ്ക്ക് കൈമാറുക. അതാണ് 16-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി പറയുന്നത്. അപ്പോൾ ഈ വിശ്വാസ പ്രബോധനമാണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. ഈ വിശ്വാസ പ്രബോധനം, ആ അധികാരം, എക്ലീഷ്യ ഈ അധികാരത്തിന്മേലാണ്, ഈ വിശ്വാസ പ്രഖ്യാപനത്തിന്മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. സഭയുടെ അടിസ്ഥാനം അതാണ് എന്ന് നമ്മൾ വ്യക്തമായി തിരിച്ചറിയണം. നമുക്കറിയാം, ഒരു കെട്ടിടത്തിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ ഫൗണ്ടേഷനാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 3:10 ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അത് പൗലോസ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ അത് പറയുമ്പോൾ ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എഫേസ്യ 2:20 വരുമ്പോൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തെക്കുറിച്ച്, ഫൗണ്ടേഷനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ അടിസ്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് അപ്പോസ്തലന്മാരുടെ കെരിപ്മയെക്കുറിച്ചാണ്, അപ്പോസ്തലന്മാരുടെ ടീച്ചിങ്സിനെ കുറിച്ചാണ്, റെവലേഷൻസിനെ കുറിച്ചാണ്, ക്രിസ്തു അവർക്ക് കൈമാറിയ വിശ്വാസ പ്രഖ്യാപനങ്ങളെക്കുറിച്ചാണ് വ്യക്തമായി. അല്ലാതെ പത്രോസിന് പ്രത്യേകമായി അധികാരമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പത്രോസിൻ്റെ അപ്രമാദിത്വം അവതരിപ്പിക്കുന്ന കാതലിസത്തെക്കുറിച്ച് നമുക്കറിയാം. ഈ 16-ാം അധ്യായത്തിൽ തന്നെ സാത്താനെ എന്ന് വിളിക്കുന്നുണ്ട് പത്രോസിനെ. അപ്പോൾ പത്രോസിന് തെറ്റുപറ്റ എന്നുള്ളതിന് തെളിവാണത്. പത്രോസിനെ പൗലോസ് ശാസിക്കുന്നുണ്ട് ഗലാത്യ ലേഖനത്തിൽ. അപ്പോൾ പത്രോസിന് തെറ്റിക്കൂടായ്മയുമില്ല, ഇൻഫാലിബിലിറ്റീസ് ഇല്ല, അബദ്ധരാഹിത്യമുള്ള ഒരാളല്ല, അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ ആളാണ്. ഇവിടെ യേശു സാത്താനെന്ന് വിളിക്കുന്നുണ്ട്, പത്രോസ് ശാസിക്കുന്നുണ്ട്, പൗലോസ് പത്രോസിനെ ശാസിക്കുന്നുണ്ട്, അവനിൽ കാപട്യമുണ്ടെന്ന് ഭരണമാസമായി ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അവനിൽ കുറ്റം കാണുന്നുണ്ടെന്ന് ഗലാത്യ ലേഖനം 2:11 പറയുന്നുണ്ട്. പത്രോസ് റോമിൽ പോയിട്ടുണ്ടെന്നോ റോമിൽ സഭ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു തെളിവുമില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. റോമാ സഭ സ്ഥാപിച്ചത് പൗലോസോ പത്രോസോ ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. റോമാലേഖനം എഴുതുമ്പോൾ ഒരു ഘട്ടത്തിലും പൗലോസ് പത്രോസിനെ ഉദ്ധരിക്കുന്നേയില്ല. റോമൻ തടങ്കിലേക്ക് കടന്നുകൊണ്ട് എഫേസ്യ ലേഖനവും അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനവും കൊലോസ് ലേഖനവും ഒക്കെ കാരാഗ്രഹ ലേഖനങ്ങൾ പൗലോസ് എഴുതുമ്പോൾ ആ ലേഖനങ്ങളിൽ ഒരിടങ്ങളിലും പത്രോസിനെ ഉദ്ധരിക്കുന്നില്ല. ആദ്യത്തെ കൗൺസിലിൽ പത്രോസ് അല്ല അധ്യക്ഷത വഹിക്കുന്നത്, യാക്കോബാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊന്നും പത്രോസിൻ്റെ അപ്രമാദിത്വം തെളിയിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് യാതൊരു അപ്രമാദിത്വവും പത്രോസിനില്ല. സഭയ്ക്കാണ് ദൈവം ഈ അധികാരം നൽകിയിരിക്കുന്നത്. അത് സുവിശേഷം പ്രസംഗിക്കാനുള്ള, ദൈവരാജ്യം പ്രസംഗിക്കാനുള്ള സവിശേഷമായ അധികാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൊരിന്ത്യ ലേഖനത്തിൽ എന്താണ് പറയുന്നത്? ഇട്ടിരിക്കുന്ന അടിസ്ഥാനം, ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനം, ക്രിസ്തു എന്ന അടിസ്ഥാനം. എഫേസ്യ 2:20 വരുമ്പോൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം, ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. യേശു എന്ന മൂലക്കല്ല് യെശയ്യാ 22:16 പറയുന്നുണ്ട്. 118:22 വീട് പണിഞ്ഞവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ല് ക്രിസ്തു തന്നെ അത് പറയുന്നുണ്ട്. മത്തായി 21-ാം അധ്യായത്തിൽ ക്രിസ്തു തന്നെ ആ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. പത്രോസും പൗലോസും എല്ലാം അത് പറയുന്നുണ്ട്. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിരുന്നു പത്രോസ്. അപ്പോസ്തലർ 4-ാം അധ്യായത്തിൽ പത്രോസ് തന്നെ അത് പറയുന്നുണ്ട്. പൗലോസിൻ്റെ റെഫറൻസ് നമ്മൾ കാണുകയുണ്ടായി. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് തന്നെ അത് പറയുന്നുണ്ട്. എഫേസ്യർ 2:20 പൗലോസ് അത് പറയുന്നുണ്ട്. ഏകദേശം 114ഓളം പ്രാവശ്യം എക്ലീഷ്യ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, സഭ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് 90ഓളം പ്രാവശ്യം അത് പ്രാദേശിക സഭയെ, ലോക്കൽ ചർച്ചിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് എക്ലീഷ്യ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. എന്താണ് എക്ലീഷ്യ? അത് ആ വിശ്വാസ പ്രഖ്യാപനങ്ങളുടെ മേൽ, അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളുടെ മേൽ പണിയപ്പെട്ടതും, ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ, ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ, അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും പ്രബോധനങ്ങളുടെ മേൽ, അവരുടെ വെളിപ്പാടുകളുടെ മേൽ, അവരുടെ ഉപദേശങ്ങളുടെ മേൽ പണിയപ്പെട്ടിരിക്കുന്ന ഒരു വചനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആഴക്കുഴിച്ച് പാറമേൽ വീട് പണിതതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന അങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ടല്ലോ, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും
പാറമേൽ വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൺ ഹൂ ബിൽഡ് ഹൗസ് ഓൺ ദ റോക്ക്. അപ്പോൾ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പോൾ അവിടെ വചന കേൾവി, വചനമാണ് അടിസ്ഥാനം. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലന്മാർക്ക് ക്രിസ്തു കൈമാറിയ പ്രബോധനങ്ങളും അപ്പോസ്തലികമായ ഉപദേശങ്ങളും അവരുടെ വെളിപ്പാടുകളുമാണ്. കെരിഗ്മയാണ്, കൺഫെഷനാണ്, ഡിക്ലറേഷനാണ്, ഡോക്ട്രിനാണ്, റെവലേഷനാണ് ഈ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. അപ്പോൾ വിശ്വാസത്തിൻ്റെ വാതിൽ തുറക്കാനുള്ള അവസരം സഭയ്ക്ക് ദൈവം കൊടുക്കുന്നു. പൈശാചികമായ സാത്താന്യമായ എല്ലാ അധികാരത്തിന്മേലും സകലവിധമായ ദൈവരാജ്യത്തിൻ്റെ അധികാരം പ്രയോഗിക്കാനുള്ള, രോഗികളെ സൗഖ്യമാക്കാനുള്ള, ഭൂതങ്ങളെ പുറത്താക്കാനുള്ള, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അപ്പോസ്തോലികമായ ലക്ഷണങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് വചനത്തെ ഉറപ്പിച്ചുകൊണ്ട് ജാതികൾക്കും സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കാനുള്ള സവിശേഷമായ സഭയുടെ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 14 അധ്യായത്തിൻ്റെ 27 വാക്യത്തിലൊക്കെ ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സഭയുടെ സവിശേഷമായ ഈ അധികാരത്തെക്കുറിച്ചാണ് സവിസ്തരമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ കഹൽ എന്ന് പറഞ്ഞിരിക്കുന്ന, ഗ്രീക്ക് ഭാഷയിൽ എക്ലീഷ്യ എന്ന് പറഞ്ഞിരിക്കുന്ന, നിശ്ചിത സമയത്ത് ഒരുമിക്കുന്ന ഒരു വാക്ക് എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. എക് ഔട്ട് ഓഫ്, കാലയ ടു കോൾ, എക്ലീഷ്യ, എക്കാലയോ എക്ലീഷ്യ, ഔട്ട് ഓഫ് ടു കോൾ, കോൾഡ് ഔട്ട് വൺസ്, ഒരുമിച്ച് കൂടുക, ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു നിശ്ചിത സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന, പുറത്തേക്ക് വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു സംഘം എന്ന നിലയിൽ, അതാണ് കഹൽ. വിളിക്കുക, നിയമിക്കുക, നിശ്ചിത സ്ഥലത്ത് ഒരുമിക്കുക, ആ ജനത്തിൻ്റെ ഒത്തുചേരൽ, അതാണ് ഗ്രീക്കിൽ എക്ലീഷ്യ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ആ സഭയുടെ അനാദികാലത്ത് നിർണയിക്കപ്പെട്ട തിരുഹൃദയത്തിൻ്റെ മർമ്മമായിരുന്ന ആ സഭയുടെ ചരിത്രപരമായ രൂപീകരണമാണ് പെന്തക്കോസ്ത് നാളിൽ നടക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. എൻ്റെ വാക്കുകളുടെ വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ്. ആ സഭ ദൈവിക നിർണയമായിരുന്നു, തിരുഹൃദയത്തിലെ തീരുമാനമായിരുന്നു. ആ സഭയാണ് സഹോദരന്മാരെന്നും വിശുദ്ധന്മാരെന്നും ക്രിസ്തുവിൻ്റെ ശരീരമെന്നും ദൈവത്തിൻ്റെ മന്ദിരമെന്നും സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനമെന്നും ക്രിസ്തുവിൻ്റെ മണവാട്ടിയെന്നും ശിഷ്യന്മാരെന്നും ക്രിസ്ത്യാനികളെന്നും മുന്തിരിവള്ളിയുടെ ശാഖകളെന്നും ഭടനെന്നും ഗൃഹവിചാരകന്മാരെന്നും ദൈവമക്കളെന്നും ആട്ടിൻകൂട്ടമെന്നും രാജകീയ പൗരോഹിത്യമെന്നും ക്രിസ്ത്യാനികളൊന്നും വിളിക്കപ്പെട്ടിരിക്കുന്ന, വിവിധ പേരുകളിൽ വിശേഷണം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ എക്ലീഷ്യയെ തകർക്കാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല എന്ന് നാം മനസ്സിലാക്കണം. സഭയുടെ സവിശേഷമായ ദൈവികമായ അധികാരങ്ങളെ നാം തിരിച്ചറിയേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ട് വ്യതിരിക്തമായ ഭാവം, വ്യത്യസ്തമായ ഭാവമുണ്ട്. എല്ലാ യുഗങ്ങളിലും ഒരു രക്ഷിത ഗണമുണ്ടെങ്കിലും എല്ലാവരും തന്നെ സഭയല്ല. സഭ ഇസ്രായേലല്ല, സഭ യെരുശലേം ദേവാലയത്തിൻ്റെ എക്സ്റ്റൻഷനല്ല, ജൂഡായിസത്തിൻ്റെ പിന്തുടർച്ചയല്ല. സഭ എന്ന് പറയുന്നത് ദൈവിക നിർണയത്തിൻ്റെ ഭാഗമാണ്, തിരുഹൃദയത്തിലെ മർമ്മമാണ്. അതൊരിക്കലും യെരുശലേം ദേവാലയ ക്രിസ്തീയമായ സഭയല്ല. സഭ എന്താണെന്ന് വ്യക്തമായി നാം തിരിച്ചറിയണം. ആ സഭ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയാണ്. സഭയുടെ ഉദ്ദേശങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, എന്താണ് എക്ലീഷ്യയുടെ ഉദ്ദേശം? ഉപദേശിക്കുക എന്നുള്ളതാണ്, കൂട്ടായ്മ ആചരിക്കുക എന്നുള്ളതാണ്, ആരാധനയ്ക്ക് വേണ്ടിയാണ്, സുവിശേഷീകരണത്തിന് വേണ്ടിയാണ്. ആ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന സാക്രമെൻറ്റ്സ് എന്ന് പറയുന്നത് ആളുകളെ സ്നാനപ്പെടുത്തുക എന്നുള്ളതാണ്. മേക്ക് ഡിസൈപ്പിൾസ്, അവരെ ശിഷ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ചർച്ചിൻ്റെ എക്ലീഷ്യയുടെ പർപ്പസിനെ നാം തിരിച്ചറിയണം. ആ സഭയ്ക്ക് കൊടുത്ത സാക്രമെൻറ്റ്സിനെ നാം തിരിച്ചറിയണം. ആ സഭയ്ക്ക് കൊടുത്ത ശുശ്രൂഷകന്മാരെ നമ്മൾ തിരിച്ചറിയണം. അത് 1 കൊരിന്ത്യർ ലേഖനം 12:28 എഫേസ്യർ 4:11 അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ എന്നുള്ള രീതിയിൽ ആ സഭയ്ക്ക് നൽകിയ ഏറ്റവും പ്രഗത്ഭമായ അധ്യക്ഷ സ്ഥാനികളെ, ഔദ്യോഗിക സ്ഥാനികളെ, അധ്യക്ഷ നിരകളെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആ സഭയുടെ അടിസ്ഥാനം ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ. ആ സഭയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് സഭയുടെ
അപ്പോസ്തലന്മാരെ പഠിപ്പിക്കലാണ്. പാരമ്പര്യമല്ല. പാരമ്പര്യങ്ങളുടെ ആധികാരികത എന്ന് പറയുന്നത് ബൈബിളാണ്. ബൈബിളികമല്ലാത്തൊരു പാരമ്പര്യങ്ങളെയും സഭ അംഗീകരിക്കത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഭയുടെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് തൃത്വദർശനങ്ങളിൽ അധിഷ്ഠിതമാണ്. ഈ എക്ലീഷ്യ ട്രിനിറ്റേറിയൻ ചർച്ചാണ്. സഭയുടെ അസ്തിത്വവും സ്വഭാവവും ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ അംഗീകരണമാണ് യഥാർത്ഥ വചനഘോഷണവും കാർമ്മിക ശുശ്രൂഷകളുടെ ആധികാരികമായ ആചരണവുമാണ് ഈ സഭയുടെ ലക്ഷണമെന്ന് പറയുന്നത്. ഈ സഭ ഏകമാണ്, വിശുദ്ധമാണ്. ഈ സഭ ശ്രൈഹികമാണ്, അപ്പോസ്തലികമാണ്. ഈ സഭ സാർവത്രികമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോസ്തലികമാണെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലിത്വം പ്രധാനപ്പെട്ട വിഷയമാണ്. അത് എബ്രായലേഖനം 3:1 പറയുന്നുണ്ട്. നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ക്രിസ്തുവിൻ്റെ സാർവലൗകികമായ പൗരോഹിത്യം, രാജ്യപൗരോഹിത്യം, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലിത്വം അതിലടിസ്ഥാനപ്പെട്ടിരിക്കുന്ന സഭയെക്കുറിച്ചാണ്. അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനത്തിന്മേൽ സഭ പണിയപ്പെടണം എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോസ്തലിക അധികാരം ക്രിസ്തുവിനാൽ ലഭിച്ചതാണ്. ക്രിസ്തു അപ്പോസ്തലനായതുകൊണ്ടാണ് അവൻ്റെ സഭ അപ്പോസ്തലികമാകുന്നത്. സഭ പിന്തുടരുന്നതും പ്രഘോഷിക്കുന്നതുമായ വിശ്വാസം അപ്പോസ്തലന്മാരുടേതാണ്. ഈ അപ്പോസ്തലികമായ പാരമ്പര്യവും അപ്പോസ്തലികമായ പിന്തുടർച്ചയുമാണ് സഭയ്ക്കുള്ളത്. ഈ വിശ്വാസ ശ്ലൈഹിക പാരമ്പര്യങ്ങളുടെ ആധികാരികത എന്ന് പറയുന്നത് ബൈബിളാണ്. അപ്പോസ്തലന്മാരിൽ നിന്ന് പുറപ്പെടുന്നതും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിൽ നിന്നും അവൻ്റെ മാതൃകയിൽ നിന്നും അവർ സ്വീകരിച്ചതും പരിശുദ്ധം അവരെ പഠിപ്പിച്ചതുമായ കാര്യങ്ങളെ കൈമാറിയ ഈ ട്രഡീഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് സഭ എന്നും പിന്തുടരുന്നത്. അപ്പോസ്തോലിക സാക്ഷ്യങ്ങളുള്ള ആ യോജിപ്പ്, അപ്പോസ്തോലിക ടെസ്റ്റ് മണിയുള്ള ആ യോജിപ്പ്, അപ്പോസ്തോലിക ശുശ്രൂഷകളുടെ ആ തുടർച്ച, ആരാധനയിലൂടെയും മിഷനിലൂടെയും ആ തുടർച്ച നാം കാണുന്നുണ്ട്. ആ തുടർച്ച ആണ് എക്ലീഷ്യയുടെ അപ്പോസ്തോലികമായ പാരമ്പര്യം എന്ന് പറയുന്നത്. അത് ആ പാരമ്പര്യങ്ങളിലും ആ ഉപദേശങ്ങളിലും അധിഷ്ഠിതമായ, ആ ദൈവശാസ്ത്രങ്ങളിലും അധിഷ്ഠിതമായ, പ്രബോധനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ആത്മീയതയാണ് സഭ മുൻനിർത്തിക്കൊണ്ടു പോകുന്നത്. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് എക്ലീഷ്യ എന്ന് പറയുന്നത്. 4 പ്രധാനപ്പെട്ട കുറിപ്പുകൾ ഞാൻ പറഞ്ഞു. 16-ാം അധ്യായം 1 മുതൽ 4 വരെ അവിശ്വാസികളായ ഒരു കൂട്ടം ആളുകൾ ക്രിസ്തുവിനെ പരീക്ഷിക്കുന്നു, അടയാളം ചോദിക്കുന്നു. അതിന് 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിനെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ തങ്ങളുടെ അല്പവിശ്വാസ നിമിത്തം തെറ്റിദ്ധരിക്കുന്നു. 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ദൃഢതയുള്ള വിശ്വാസം, സേവിങ് ഫെയ്ത്ത്, ക്രിസ്തുവിനെ ഏറ്റുപറയുന്നു. 16-ന്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ സേവിങ് ഫെയ്ത്ത് അല്ല, സെർവിങ് ഫെയ്ത്ത്, സേവിക്കുന്ന വിശ്വാസം, മറ്റത് രക്ഷിക്കുന്ന വിശ്വാസം, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവരോടാണ് പറഞ്ഞത്, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും അവൻ്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ട് തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഏറ്റവും അവസാനമായി 16-21 മുതൽ 28 വരെ ഒരു സെർവിങ് ഫെയ്ത്താണ്, സേവിക്കുന്ന വിശ്വാസമാണ്. യേശു ക്രിസ്തുവിൻ്റെ ജീവള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന് വെളിപ്പാട് ലഭിച്ചവൻ അടുത്ത ചെയ്യേണ്ടത് ടു ഡിനേ ഹിംസെൽഫ്, ഏറ്റുപറഞ്ഞവൻ, ക്രിസ്തുവിനെ കണ്ടെത്തിയവൻ ചെയ്യേണ്ടത് ടു ഡിനേ ഹിംസെൽഫ്, തന്നെ താൻ ത്യജിച്ച്, ടേക്ക് ഹിസ് ഓൺ ക്രോസ് ഡെയിലി, തൻ്റെ ക്രൂശ് എടുത്ത് ഫോളോ മീ, എന്നെ അനുഗമിക്കട്ടെ. ശിഷ്യത്വത്തിൻ്റെ, ഡിസൈപ്പിൾഷിപ്പിൻ്റെ വ്യവസ്ഥ അതാണ്. ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവൻ, ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ലഭിച്ചവൻ, സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചവൻ, ആ കൺഫഷൻ നടത്തിയാൾ, ആ ഏറ്റുപറഞ്ഞയാൾ, സേവിങ് ഫെയ്ത്ത് അതാണ്. സെർവിങ് ഫെയ്ത്ത്, അവനിനി സേവിക്കുന്ന വിശ്വാസം, ക്രിസ്തുവിനെ അനുഗമിക്കുക, തന്നെത്താൻ നിഷേധിക്കുക, ടു ഡിനേ ഹിംസെൽഫ്, സ്വയം നിഷേധിച്ചുകൊണ്ട്, ആത്മനിഷേധത്തിലൂടെ, സെൽഫോട് നോ പറഞ്ഞുകൊണ്ട്, അസൗകര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, തൻ്റെ ക്രൂശ്, സഹനത്തിൻ്റെയും സഫറിങ്ങിൻ്റെയും കഷ്ടതയുടെയും വേദനയുടെയും ദുഃഖങ്ങളുടെയും പീഡാനുഭവങ്ങളുടെയും
പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൈത്തണ്ട കാണിച്ചു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അയക്കപ്പെട്ട എനിക്ക് ലഭിച്ചത് ഈ കയ്യിലെ ആണിയടിയാണ്, ചാട്ടവറടിയാണ്. ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ സഫറിങ്ങാണ്, ഈ കഷ്ടപ്പാടുകളാണ്. അവർ ക്രിസ്തുവിനെ അനുഗമിക്കണം, സകലവും വിട്ടവനെ അനുഗമിക്കണം. ഈ പ്രധാനമായ 4 വിശ്വാസത്തിൻ്റെ നിലവാരങ്ങളുടെ പശ്ചാത്തലം നിന്നുകൊണ്ടാണ് 16-ാം അധ്യായത്തിന് 13-20 വരെയുള്ള വാക്യങ്ങളിലെ പ്രശസ്തമായ ചർച്ചിന് എക്ലീഷ്യയെക്കുറിച്ചുള്ള വെളിപ്പാട് കൈമാറുന്നത്. സഭയുടെ പ്രഖ്യാപനം നടത്തി. ഏഷ്യൻ്റ് ഗ്രീസിലെ പോപ്പുലർ അസംബ്ലിയല്ല ഇത്. അതിപ്പോൾ ഇല്ല, അത് തകർന്നുപോയി. പുരാതന ഗ്രീസിലെ എക്ലീഷ്യ ഇപ്പോൾ ഇല്ല. ഏതൻസിലെ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ അസംബ്ലി ഇപ്പോൾ ഇല്ല. അധികാരമുണ്ടായിരുന്നു മിലിറ്ററി സ്ട്രാറ്റജികൾ അവതരിപ്പിക്കാൻ, പട്ടാള മേധാവികളെയും ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ, യുദ്ധം പ്രഖ്യാപിക്കാൻ, ആളുകളെ വിസ്തരിക്കാൻ പോലെയുള്ള ജുഡീഷ്യൽ അധികാരമുള്ള പോപ്പുലർ അസംബ്ലി എക്ലീഷ്യ ഇപ്പോൾ ഇല്ല. അതല്ല എൻ്റെ സഭ. ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ സഭ അധികാരമുള്ള താക്കോൽ കൈമാറിക്കൊണ്ട് പറഞ്ഞു, അതിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. അതാണ് എൻ്റെ എക്ലീഷ്യ. ആ എക്ലീഷ്യ പണിയപ്പെടുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന്, ക്രിസ്തുവിനെക്കുറിച്ച് വെളിപ്പാട് ലഭിച്ച, ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് വെളിപ്പാട്, ആൾക്കൂട്ടത്തിൻ്റെ വെളിപ്പാടല്ല, ആൾക്കൂട്ടത്തിൻ്റെ കണ്ടുപിടുത്തമല്ല. ആൾക്കൂട്ടത്തിൻ്റെ കണ്ടുപിടുത്തം ഇവൻ യെരമ്യാവാണ്, ഇവൻ ഏലിയാവാണ്, ഇവൻ ആ പ്രവാചകനാണ്, ഇവൻ ഈ പ്രവാചകനാണ്, ഇവൻ ഉയർത്തെഴുന്നേറ്റ് വന്ന പ്രവാചകന്മാരിൽ ആരവാണ്. ഇതാണ് ജനക്കൂട്ടത്തിൻ്റെ തിരിച്ചറിയൽ. എന്നാൽ അത് കണ്ടുപിടുത്തമാണ്, ഇത് റെവലേഷനാണ്. അത് ആ വെളിപ്പാടിൻ്റെ മുകളിലാണ് സഭ പണിയപ്പെടുന്നത്. ആ അപ്പോസ്തലിക പ്രബോധനങ്ങളുടെ, ഏറ്റുപറച്ചിലിൻ്റെ, ഡിക്ലറേഷൻ്റെ, പ്രൊക്ലമേഷൻ്റെ, കെരിഗ്മയുടെ, ഡിഡാക്കയുടെ മുകളിലാണ് ഈ സഭ പണിയപ്പെടുന്നത്. ആ അപ്പോസ്തലിക പ്രബോധനങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന ഈ സഭയെ തകർക്കാൻ ഭരണകൂടങ്ങൾക്കും കഴിയത്തില്ല. നാഗരികതകളും നഗരാഷ്ട്രങ്ങളും തകർന്നടിഞ്ഞ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ആ സഭയുടെ ശുശ്രൂഷകരാകാൻ, ആ സഭയുടെ അംഗങ്ങളാകാൻ ഭാഗ്യം സിദ്ധിച്ചവരായ നമ്മെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും പിറവിയുടെ സുഹൃതമതാണ്, ഈ ജന്മത്തിൻ്റെ പുണ്യമതാണ്. ആ സഭയെ തകർക്കാൻ ഒരു ശക്തിയും കഴിയത്തില്ല. ആ സഭ ലോകത്തെ ജയിക്കും. ആ സഭ ദുരന്തങ്ങളെ ജയിക്കും. ആ സഭ ദുരിതങ്ങളെ ജയിക്കും. ആ സഭ പ്രകൃതിക്ഷോഭങ്ങളെ ജയിക്കും. ആ സഭ പകർച്ചവ്യാധികളെ അതിജീവിക്കും. ആ സഭ മരണത്തെ ജയിക്കും. ആ സഭ സകലത്തെയും ജയിച്ച സഭയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും. ആ സഭയെക്കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അതിനു മുമ്പ് അവർ സംഘം എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത് 1-ാം അധ്യായത്തിലും. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണത്തോട് പെന്തക്കോസ്തിൽ ചരിത്രപരമായ രൂപീകരണം നടന്നതിന് ശേഷം കാണുന്നത് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആ സഭയുടെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ ദൈവം എല്ലാവർക്കും ഇടയാകട്ടെ. ആ സഭ മരിച്ചവിടെ ലോകത്തെയും പാതാള ഗോപുരങ്ങളെയും നരക കവാടങ്ങളെയും അതിജീവിക്കുന്ന, എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിക്കുന്ന ആ സഭയുടെ മഹത്വം തിരിച്ചറിയാനും ഉയർത്തിപ്പിടിക്കാനും ഇടയാകട്ടെ. അതിനുവേണ്ടി ചിന്തകൾ പ്രചോദനമാകട്ടെ എന്നോർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.